പ്രിയപ്പെട്ട എല്ലാ സ്നേഹിതർക്കും പുസ്തകലോകം ക്ലബ് ഹൗസ് പരമ്പരയുടെ 6-ാം അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് PV ഷാജികുമാറിൻ്റെ മരണവംശം എന്ന നോവലാണ്. നോവലിനെ വിലയിരുത്തി സംസാരിക്കുന്നത് KV സജയ്. സമകാലിക നോവൽ സാഹിത്യത്തിൽ ഏറെ ശ്രദ്ധേയമായ രചനകളിലൊന്നാണ് മരണവംശം. ഇത് ഉത്തര മലബാറിലെ പുരാവൃത്തങ്ങളും പ്രണയവും ആസക്തികളും പകയും രാഷ്ട്രീയവും ദേശമുദ്രകളുമൊക്കെ ചേർന്ന തൻ്റെ നാട്ടകത്തിൻ്റെ കഥയാണ്. അസാധാരണമായ കഥയാണ് ഷാജികുമാർ ഈ നോവലിൽ പറയുന്നത്. ഇതിൻ്റെ ശൈലി, ചാരുതയാർന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട് ഈ രചനയ്ക്ക്. ഏർക്കാന എന്നതിൻ്റെ ഭൂമിക നമുക്ക് അപരിചിതമായ മറ്റൊരു ലോകമാണ്. ഷാജിയുടെ ആദ്യത്തെ നോവലാണ് ഇത്. അദ്ദേഹം മടിക്കൈ സ്വദേശിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2013 യുവ സാഹിത്യ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ടേക്ക് ഓഫ്, കന്യക ടാക്കീസ് എന്നീ സിനിമകൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. കാമറൂൺ, ടീച്ചർ എന്നീ 2 മറ്റ് സിനിമകൾക്കും തിരക്കഥ എഴുതിയിട്ടുണ്ട്. ടേക്ക് ഓഫിന് വയലാർ അവാർഡ്, ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങൾ ലഭിച്ചു. കന്യക ടാക്കീസിന് ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കഥാസമാഹാരങ്ങളുണ്ട്. രാജലക്ഷ്മി പുരസ്കാരം, മാധവക്കുട്ടി പുരസ്കാരം, ഗീതാഹിരണ്യൻ പുരസ്കാരം തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ വിവിധ കൃതികൾക്ക് ലഭിച്ചിട്ടുണ്ട്. സ്ഥലം, ജനം, ഉള്ളാൾ, കിടപ്ര സമരം, വെള്ളരിപ്പാടം, GLPU സ്കൂൾ, കീക്കാങ്കൂട് തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരങ്ങൾ. കാലിച്ചാമ്പൊതിയിലേക്കുള്ള ഒരു ഹാഫ് ടിക്കറ്റ് എന്ന ഓർമ്മക്കുറിപ്പും അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ ആദ്യം PV ഷാജികുമാറിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം ഈ നോവൽ വിലയിരുത്തി സംസാരിക്കുന്നത് KV സജയ്. അദ്ദേഹം മടപ്പള്ളി ഗവൺമെൻറ് കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ്, നിരൂപകനാണ്, കവിയാണ്, വിവർത്തകനാണ്. ഗീതാഞ്ജലി, വാക്കിൻ്റെ വഴി അടയാളങ്ങൾ, കാവ്യപാഠാവലി, അടക്കവും അനക്കവും, സൂര്യന് താഴെ, ശരി, പാവയോ ഇവൾ, ക്ലിയോപാട്രയോടൊപ്പം ഒരു രാത്രി, ബിഥോവൻ, ജീവിതം, സംഗീതം, കത്തുകൾ, വിവർത്തനങ്ങൾ, ലാറ്റിൻ അമേരിക്കയുടെ കവിത, നിലാവ് മോഷ്ടിക്കുന്ന കള്ളൻ, ഈ കടലാസ് മരിക്കുകയില്ല, അത് ചാവറയച്ചൻ്റെ ബയോഗ്രഫിയാണ്, കാണക്കാണെ വളരുന്ന മാന്ത്രിക പവിഴം തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ. ആധുനിക മലയാള വിമർശനത്തിൽ മൗലികമായ ഒരു പാത വെട്ടിത്തുറന്ന നിരൂപകനാണ് ശ്രീ സജയ്. സജയാണ് നോവലിനെ വിലയിരുത്തി സംസാരിക്കുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഈ 2 അതിഥികളെയും, ഇത് കേൾക്കാനെത്തിയ, ചർച്ചകളിൽ പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം പ്രിയപ്പെട്ട PV ഷാജികുമാർ. അദ്ദേഹം മാതൃഭൂമിയുടെ സോഷ്യൽ മീഡിയ ഡെസ്കിൽ കൊച്ചിയിലാണ് പ്രവർത്തിക്കുന്നത്. അദ്ദേഹം തൻ്റെ നോവലിനെ കുറിച്ച്, സാഹിത്യ ജീവിതത്തെക്കുറിച്ച് ലഘുവായി സംസാരിക്കും. അതിനുശേഷം സജയ് നോവലിനെ വിലയിരുത്തി സംസാരിക്കാം. പ്രിയപ്പെട്ട ശ്രീ ഷാജികുമാർ. എല്ലാവർക്കും നമസ്കാരം. പ്രദീപേട്ടൻ, എൻ്റെ ജ്യേഷ്ഠതുല്യനായ സുഹൃത്ത് സജയേട്ടൻ, ഹേമേച്ചി, ഈ പുസ്തക ലോകത്തിലെ ബാക്കി ഉള്ള ക്ലബ് ഹൗസ് മെമ്പർമാരെ മരണവംശം വായനയ്ക്കായി തിരഞ്ഞെടുത്തുള്ള സന്തോഷവും സ്നേഹവും ആദ്യമായി അറിയിക്കുന്നു. സ്വയം നോവലിനെ കുറിച്ച് അധികമായി പറഞ്ഞ് സ്വയം താഴുന്നില്ല. മരണവംശം കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. മരണവംശം പ്രസിദ്ധീകരിച്ചത് ഒരു 1.5 വർഷം മുമ്പാണെങ്കിൽ കൂടി അത് അതിൻ്റെ ഒരു കഥ വരുന്നത് ഞാൻ PhD പഠിക്കുന്ന സമയത്താണ്. അന്ന് തൊട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു കഥയായിരുന്നു മരണവംശം. അതങ്ങനെ വളർന്ന് ഒരു പരുവപ്പെട്ടൊരു ചെടി വളർന്ന് മരമാകുന്ന പോലെ ഇങ്ങനെ വളർന്ന് വലുതായതാണ് ആ നോവൽ. ആത്യന്തികമായിട്ട് ഞാൻ പറയാൻ ശ്രമിച്ചത് ഹിംസയിൽ നിന്ന് അഹിംസയിലേക്കുള്ള ഒരു യാത്ര, ഹിംസയെ കൽക്കരിക്കാനുള്ളൊരു ശ്രമമാണ് ഞാൻ നോവലിലൂടെ നടത്തിയത്. അത് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. അത് വായനക്കാരാണ് വിലയിരുത്തേണ്ടത്. ഒരു കഥ എഴുതിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കവിത എഴുതിക്കഴിഞ്ഞാൽ, നോവൽ എഴുതിക്കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം വായനക്കാർക്കാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വായനകളെയും
സ്വാഗതം ചെയ്യാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. മരണോത്സവം ആ രീതിയിൽ തന്നെയാണ് ഞാൻ ഉൾക്കൊള്ളുന്നത്. മരണോത്സവം വായിച്ചവർക്കും അത് വിലയിരുത്തിയവർക്കുള്ള നന്ദി പറയുന്നു. ഇനിയിപ്പോൾ ചർച്ചയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സംസാരിക്കാം. തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അപ്പോൾ നമുക്ക് സജയ് നോവലിനെ ഇപ്പോൾ വിലയിരുത്തും. അതിനുശേഷം നമുക്ക് ഷാജികുമാറിനോടും സംസാരിക്കാം, അല്ലേ? പ്രിയപ്പെട്ടവരെ, ആദ്യമായി നോവലിസ്റ്റ് എന്നല്ല പറയേണ്ടത്, എൻ്റെ സഹോദര തുല്യനായ നോവലിസ്റ്റ് ഷാജികുമാറിനെ ഒരു വലിയ നമസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഷാജിയുടെ ഈ ആദ്യ നോവൽ ഞാൻ വായിച്ചിട്ട് മാസങ്ങളാവുന്നു. വായിച്ച് ആസ്വദിച്ചിട്ട് അതിനെപ്പറ്റി വലിയ ഒരു മതിപ്പ് ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളാവുന്നു. എന്നിട്ട് ഷാജിയോട് പോലും ഞാൻ ഇതുവരെ ആ മതിപ്പ് അറിയിച്ചിട്ടില്ല. അതിനുള്ള ഒരു അവസരമായി ഞാൻ ആദ്യമേ ഈ ചർച്ചയെ ഉപയോഗിക്കുന്നു. മലയാള നോവലിനെ സംബന്ധിച്ച് സമൃദ്ധിയുടെ ഒരു കാലമാണ്, പലതരത്തിലുള്ള സമൃദ്ധിയുടെ കാലമാണ് ഇപ്പോൾ എന്ന് നമുക്കറിയാം. ഒരു ഭാഗത്ത് മികച്ച ഗൗരവമുള്ള നോവലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മൾ പൾപ്പ് ഫിക്ഷൻ എന്ന് പറഞ്ഞു വരുന്ന തരത്തിലുള്ള പൈങ്കിളി നോവലുകളുടെ ഒരു രണ്ടാം വരവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിരലിലെണ്ണാവുന്ന മികച്ച നോവലുകളിൽ ഒന്നാണ് ഷാജികുമാറിന്റെ മരണവംശം. അതിൻ്റെ ആഖ്യാനപരമായ സവിശേഷതകൾ കൊണ്ട്, ഉള്ളടക്കത്തിന്റെ സവിശേഷതകൾ കൊണ്ട് ഈ നോവൽ വേറിട്ട് നിൽക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനകം തന്നെ ആ നോവൽ പലവട്ടം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി പുതിയതായി എന്തെങ്കിലും പറയാനുള്ള ശ്രമമാണ് ഈ ചർച്ച എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇനി അതിനെപ്പറ്റി പറയുന്ന കാര്യങ്ങൾ, ആ നോവലിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ ക്ലീഷയായി പോകാൻ വലിയൊരു സാധ്യതയുണ്ട്. ഉദാഹരണമായി രതിയുടെയും പകയുടെയും നോവലാണ് അത് എന്നൊക്കെ നമ്മൾ ധാരാളമായി കേട്ട് കഴിഞ്ഞു. ആ നോവലിനെ പറ്റി അതൊരു ക്ലീഷയിക് സ്റ്റേറ്റ്മെന്റ് ആയി കഴിഞ്ഞു മരണവംശം എന്ന നോവലിനെ സംബന്ധിച്ച്. അതുകൊണ്ട് പുതിയ ഒരു നോട്ടത്തിലൂടെ ഈ നോവൽ ആവിഷ്കരിക്കുന്ന പുതുമകളെ, മൗലികതയെ കണ്ടെത്തുക ആയിരിക്കണം ഇനി ആ നോവലിനെ മുൻനിർത്തി നടക്കുന്ന ചർച്ചകളുടെ ലക്ഷ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമതായി ഈ നോവലിൽ ഷാജി അവലംബിക്കുന്ന ഒരു ആഖ്യാന തന്ത്രമാണ് ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാ നോവലിസ്റ്റുകളും അത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ടാവാം. എങ്ങനെ തൻ്റേത് മാത്രമായ ഒരു നോവൽ, മലയാള നോവലിന്റെ സാമാന്യ ദീർഘമായ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ചരിത്രത്തോട് പുതിയതായി എന്ത് തനിക്ക് കൂട്ടിച്ചേർക്കാനാകും, ആഖ്യാനത്തിൽ, ഉള്ളടക്കത്തിൽ, കഥാപാത്ര കൽപ്പനയിൽ, കഥാവസ്തുവിൽ എന്ത് പുതുമ കൂട്ടിച്ചേർക്കാനാകുമെന്ന അന്വേഷണമായിരിക്കും ഓരോ നോവലിസ്റ്റും നടത്തുക. ഇത്തരത്തിൽ വലിയൊരു കുതിപ്പാണ് ഷാജികുമാറിന്റെ ഈ നോവൽ നടത്തുന്നത് എന്നതാണ് ഈ നോവലിനെ സംബന്ധിക്കുന്ന പ്രാഥമികമായ സവിശേഷത. ദേശ നോവലുകൾക്ക് മലയാളത്തിൽ യാതൊരു പഞ്ഞവുമില്ല എന്ന് നമുക്കറിയാം. അതൊരു പക്ഷേ എസ് കെ പൊറ്റക്കാടിൽ തുടങ്ങി ഖസാക്കിലൂടെ, മയ്യഴിയിലൂടെ, സുഭാഷ് ചന്ദ്രന്റെ മനുഷ്യനൊരാമുഖം എന്ന നോവലിലൂടെ, ബെന്യാമിന്റെ മാന്തളിലൂടെ ദേശ നോവലുകൾ, ദേശം ഒരു പ്രധാന അനുഭവമാകുന്ന, സാന്നിധ്യമാകുന്ന നോവലുകൾ, ഒരുപക്ഷെ ദേശം തന്നെ കഥാപാത്രമാകുന്ന നോവലുകൾ ധാരാളമായി ഉണ്ടായിട്ടുണ്ട്. അത്തരം ക്ലാസിക് നോവലുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാഷയിൽ. അപ്പോഴും നോവലിസ്റ്റുകൾ തങ്ങൾ നിൽക്കുന്ന ഇടത്തിൽ ഊന്നി നിന്നുകൊണ്ട് തങ്ങൾക്ക് ഈ പാരമ്പര്യത്തോട്, ഈ ചരിത്രത്തോട് എന്ത് കൂട്ടിച്ചേർക്കാനാകുമെന്ന അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ സാങ്കേതിക വിദ്യയുടെയും സയൻസിന്റെയൊക്കെ സന്ദർഭത്തിൽ ഇന്നോവേഷൻ എന്ന് പറയാറുണ്ടല്ലോ. ഈ ഇന്നോവേഷൻ ഭാവനയാലാണ്, സർഗാത്മകതയിലാണ് നോവലിന്റെ കലയിൽ, സാഹിത്യത്തിൽ സംഭവിക്കുക. എനിക്ക് വളരെ പ്രിയപ്പെട്ട, ഒരുപക്ഷെ ബോർഹേസിനെ പോലെ വലിയൊരു എഴുത്തുകാരൻ ഏറ്റവും പ്രിയപ്പെട്ട എന്ന് അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു അറബി കഥയുണ്ട്. 1001 രാവുകളിൽ ഒരു കഥയുണ്ട്. ബാഗ്ദാദുകാരനായ ഒരാൾ ഒരു സ്വപ്നത്തിൽ കെയ്റോ എന്ന വിദൂരസ്ഥമായ നഗരത്തിൽ ഒരു നിധി ഇരിക്കുന്നു എന്ന് കണ്ടിട്ട് അവിടേക്ക് യാത്ര പുറപ്പെടുന്നു. അവിടെ ചെന്ന് ഏതാനും കള്ളന്മാരുടെ കൂട്ടത്തിൽ ഒരു തെരുവോരത്ത് കിടന്നുറങ്ങുമ്പോൾ അയാളുടെ കൂടെ ഉറങ്ങിയിരുന്ന ആളുകൾ കള്ളന്മാരായിരുന്നു. ഇയാളും കള്ളന്മാരോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട് ന്യായാധിപന്റെ മുന്നിൽ, കോടതിയിൽ എത്തുന്നു. അപ്പൊ ഈ ന്യായാധിപൻ ചിരിച്ചുകൊണ്ട്, ഇയാൾ ഇവിടെ എത്താനിടയായ സാഹചര്യം മനസ്സിലാക്കിയ ന്യായാധിപൻ ചിരിച്ചുകൊണ്ട് അയാളോട് പറയുന്നു, ഞാനും ഇതുപോലെ ഒരു സ്വപ്നം കണ്ടിരുന്നു കഴിഞ്ഞ ദിവസം.
അത് കൈറോയിൽ ഒരിടത്തൊരു വീട്ടുമുറ്റത്ത് ഒരു മരച്ചുവട്ടിൽ ഒരു വലിയ നിധി ഇരിക്കുന്നു എന്നാണ്. പക്ഷെ ഞാൻ നിന്നെ പോലെ വിഡ്ഢിയല്ലാത്തതുകൊണ്ട് ആ നിധി അന്വേഷിച്ച് ഞാൻ കൈറോയിൽ നിന്ന് ബാഗ്ദാദിലേക്ക് പുറപ്പെട്ടില്ല. എന്തൊരു വിഡ്ഢിയാണ് താനെന്ന് അയാൾ പരിഹസിക്കുന്നു. പക്ഷെ ഈ ന്യായാധിപൻ പറഞ്ഞ ആ സ്ഥല സൂചനകൾ അത് ഈ ഇപ്പോൾ ന്യായാധിപന്റെ മുന്നിൽ നിൽക്കുന്ന ബാഗ്ദാദിൽ നിന്ന് കൈറോയിൽ എത്തിച്ചേർന്ന അയാളുടെ വീട്ടുമുറ്റത്തിന്റെ ഒരു വിവരണമായിരുന്നു. ആ നിധി ഇരിക്കുന്ന കൃത്യമായ ലൊക്കേഷനാണ് ന്യായാധിപൻ പറഞ്ഞിരിക്കുന്നത്. അയാൾ വളരെ ആഹ്ലാദവാനായി കൈറോയിലേക്ക് മടങ്ങിപ്പോയി തന്റെ വീട്ടുമുറ്റത്ത് നിന്ന് ആ നിധി കുഴിച്ചെടുത്തു എന്നാണ് ഈ അറബി കഥയിൽ പറയുന്നത്. 351 രാത്രിയിലോ മറ്റോ ഷഹ്റസാദ് പറഞ്ഞ കഥയാണിത്. ഇത്തരത്തിൽ തന്റെ വീട്ടുമുറ്റത്ത്, തന്റെ നാട്ടുമുറ്റത്ത്, തന്റെ നാട്ടനുഭവങ്ങളിൽ തന്നെ ഒരു വലിയ നോവലിനുള്ള, ഒരു മികച്ച നോവലിനുള്ള കഥാവസ്തു, അതിനുള്ള ഭാഷ, അതിനുള്ള പ്രകൃതി പശ്ചാത്തലം, അതിനുള്ള മനുഷ്യ ജീവിതങ്ങൾ, മനുഷ്യ ജീവിതത്തിന്റെ പല പല അടരുകൾ ഉള്ളടങ്ങിയിരിക്കുന്നു എന്ന കണ്ടെത്തൽ ആണ് മരണവംശം എന്ന നോവലിനെ വ്യത്യസ്തമാക്കുന്നത്. ഒരുപക്ഷെ ഉത്തര മലബാർ പോലെ ഒരു ദേശം ഇത്തരത്തിൽ നോവലിന് വിഷയമായിട്ടില്ല. അതിന്റെ ഭാഷയോടുകൂടി, അതിന്റെ പ്രകൃതിയോടുകൂടി, അവിടുത്തെ നാട്ടുമനുഷ്യരോടുകൂടി ഇന്നോളം നോവൽ വൽക്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഉത്തര മലബാറിനെ തന്റെ വീട്ടുമുറ്റത്ത് നിന്നൊരു നിധി കണ്ടെത്തുന്നത് പോലെ കണ്ടെത്തുന്നതിൽ അത് തത്തുല്യമായ കൈയടക്കത്തോടുകൂടി നോവൽ വൽക്കരിക്കുന്നതിൽ ഷാജികുമാർ കാണിക്കുന്ന കലാപരമായ പാടവമാണ്, സൂക്ഷ്മതയാണ്. പാടവം എന്ന വാക്ക് ഞാൻ ഒഴിവാക്കുന്നു. സൂക്ഷ്മതയാണ് ഈ നോവലിനെ ശ്രദ്ധേയമാക്കുന്നത്. തന്റെ നാടിന്റെ കലാരൂപം എന്ന് പറയാവുന്ന പൂരക്കളിയുടെ 18 ഘട്ടങ്ങളെ, 18 നിറങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അധ്യായ വിഭജനം നടത്തുന്ന ഒരു ഘടനയാണ് ഒന്നാമതായി ഈ നോവലിനെ ഏർക്കാന എന്ന ഉത്തര മലബാർ ഗ്രാമത്തിന്റെ കഥയാക്കി മാറ്റുന്നത്. ഈ ഘട്ട വിഭജനം, ഈ അധ്യായ വിഭജനം ഒരുപക്ഷെ നമ്മളെ കബളിപ്പിക്കുന്ന, അതിന്റെ ഒരു ഉള്ളടരിനെ മറച്ചു വെക്കാനുള്ള നോവലിസ്റ്റിന്റെ വളരെ സമർത്ഥമായ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഇതിഹാസ കാവ്യമായ മഹാഭാരതത്തിനുമുണ്ട് 18 അധ്യായങ്ങൾ. അതും ഇത്തരത്തിൽ ക്രോധത്തിന്റെ, പകയുടെ, പ്രതികാരത്തിന്റെ, പോരാട്ടത്തിന്റെ, ഹിംസയുടെ, ഒപ്പം തന്നെ കാമത്തിന്റെയും കാമനയുടെയും ഒരു ബൃഹദാഖ്യാനമാണ്, ഒരു മഹാ ആഖ്യാനമാണ്. ആ 18 എന്ന ഇതിഹാസ ഘടനയെ തന്റെ നാടിന്റെ പൂരക്കളിയുടെ 18 നിറങ്ങളുടെ ഘടന കൊണ്ട് ആച്ഛാദനം ചെയ്യുകയാണ്, വളരെ വിദഗ്ധമായി മൂടി വയ്ക്കുകയാണ് ഷാജികുമാർ ചെയ്യുന്നത്. നമ്മുടെ ഒരു ഇന്ത്യൻ നോവലിസ്റ്റിന്, ഒരു മലയാളി നോവലിസ്റ്റിന് സ്വാഭാവികമായ ഒരു ഇതിഹാസ തൃഷ്ണയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് OV വിജയൻ ഇതുപോലെ ഒരു ദേശ നോവൽ എന്ന് കൂടി പറയാവുന്ന ഖസാക്കിന്റെ ഇതിഹാസം എന്ന വാക്കിന് ഒരു അടിവരയോടുകൂടിയാണ് ഞാൻ പറയുന്നത്, ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പേരിടുന്നത്. ഇത്തരത്തിലൊരു ഇതിഹാസ കാമനയോടുകൂടി, ഇതിഹാസ തൃഷ്ണയോടുകൂടി എഴുതപ്പെട്ട നോവലാണ്. മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളെ, അടിസ്ഥാന ഭാവങ്ങളെ, മനുഷ്യ ജീവിതത്തിന്റെ മൗലിക പ്രകൃതത്തെ പ്രമേയവൽക്കരിക്കാൻ വേണ്ടി, അതിനെ ഇതിഹാസമാനത്തോടു കൂടി പ്രമേയവൽക്കരിക്കാൻ വേണ്ടി, അതേസമയം തന്നെ അതിനെ ഒരു ദേശ കഥയായി, തികച്ചും ഗ്രാമീണമായ ഒരു കാസർഗോഡൻ ഗ്രാമത്തിന്റെ ചുറ്റുവട്ടത്ത് അതിന്റെ ഭാഷാപരവും പ്രകൃതി ഘടകങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആ ദേശത്തിന്റെ കഥ മാത്രമാണെന്ന് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു തരം ആഖ്യാന കൗശലം ഈ നോവലിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സമയം യൂണിവേഴ്സൽ ആയിരിക്കാനും, ഒരേ സമയം ഐതിഹാസികമായിരിക്കാനും, അത്യന്തം പ്രാദേശികമായിരിക്കാനും ഉള്ള ഒരു ശ്രദ്ധ, ഒരു കൗശലം, ഒരു ആഖ്യാന കൗശലം ഈ നോവലിന്റെ ഭാഗമാണ്. മറ്റൊന്ന്, ഈ നോവലിന്റെ ഭാഷയെ പറ്റിയാണ് പറയേണ്ടത്. സ്വാഭാവികമായ ഒരു പ്രാദേശിക ആഖ്യാനം ആ പ്രദേശത്തിന്റെ ഭാഷയെ ആശ്രയിക്കും. അത് വളരെ സ്വാഭാവികമാണ്. എൻ്റെ ഒരു ഊഹം ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയാണ്. ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് തൻ്റെ രൂപീകരണ ദശകളിൽ ഷാജികുമാറിനെ അഗാധമായി സ്വാധീനിച്ച എഴുത്തുകാരനായിരിക്കും വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീറിന്റെ ഒരു ആഖ്യാന സങ്കല്പം, ഒരു ഭാഷാ സങ്കല്പം മൗലികമായി ഷാജിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വളരെ ലളിതമായി എഴുതുക, ഏറ്റവും ചെറിയ വാക്യങ്ങൾ ഉപയോഗിക്കുക, അതിലേക്ക് ഗ്രാമ്യ പദങ്ങളെ, പ്രാദേശിക പദങ്ങളെ
വളരെയൊന്നും ധൂർത്തമാവാതെ നിയന്ത്രണത്തോടുകൂടി വലിയ കൈയടക്കത്തോടുകൂടി കടത്തിവിട്ടുകൊണ്ട് അതിനൊരു പ്രാദേശികമായ നിറം, ലോക്കൽ കളർ നൽകുക എന്ന രീതിയിൽ ഒരു ആഖ്യാന ഭാഷ കരുപിടിപ്പിക്കുന്നുണ്ട്. തുളുവിന്റെയും കന്നഡത്തിന്റെയും സ്വാധീനമുള്ള അത്തരത്തിലുള്ള അപൂർവ പദങ്ങൾ, ഒരുപക്ഷെ സാമാന്യ മറ്റൊരു പ്രദേശത്ത് ജനിച്ചു ജീവിക്കുന്ന മലയാളിക്ക് പരിചിതമല്ലാത്ത വാക്കുകളെ വളരെ സൂക്ഷ്മമായി, വളരെ ശ്രദ്ധയോടുകൂടി വിലപിടിച്ച വാക്കുകളായി അവയെ തന്റെ ആഖ്യാന ഭാഷയുടെ ഭാഗമാക്കി മാറ്റുക. അപ്പോഴും വലിയ ആഖ്യാന ലാളിത്യം നിലനിർത്തുക. ചെറിയ വാക്യങ്ങളാണല്ലേ, നമ്മൾ മരണവംശത്തിലൂടെ കടന്നുപോയാലും അതിദീർഘമായ മഹാവാക്യങ്ങൾ വളരെയൊന്നും കണ്ടെന്ന് വരില്ല. അവ അത്യപൂർവമായിരിക്കും. ഏറ്റവും ചെറിയ വാക്യങ്ങൾ, കർത്താവും കർമ്മവും ക്രിയയുമുള്ള ഏറ്റവും ലളിതമായ ചൂർണിക വാക്യങ്ങൾ ഉപയോഗിക്കുക, വളരെ ലളിതമായ ഭാഷ ഉപയോഗിക്കുക, അതിലേക്ക് ഈ പ്രാദേശിക പദങ്ങളെ ഉചിതമായി സന്നിവേശിപ്പിക്കുക. അങ്ങനെ ഒരു ഭാഷാന്തരീക്ഷം സൃഷ്ടിക്കുക. ഭാഷയുടെ അന്തരീക്ഷമാണ് നോവൽ സ്ഥലത്തിന്റെ, പ്രദേശത്തിന്റെ, ദേശത്തിന്റെ അന്തരീക്ഷമായി മാറുക. കാസർഗോഡിന്റെ ചൂരായി നമ്മൾ ഈ നോവലിൽ അനുഭവിക്കുന്ന ഭാഷയുടെ ഈ ചൂരാണ്, ഈ കാസർഗോഡൻ ചൂരാണ്. അത് സൃഷ്ടിക്കുന്നതിൽ ഷാജി പുലർത്തുന്ന ഒരു കൈയടക്കം, ഒരു ശ്രദ്ധ ഈ നോവലിനെ സവിശേഷമാക്കുന്നു. മറ്റൊന്ന്, ഈ 18 അധ്യായങ്ങൾ, 18 നിറങ്ങൾ, അതിന്റെ ഉള്ളിൽ കൊച്ചു കൊച്ചു ഉപശീർഷകങ്ങൾക്കിടയിൽ നിരവധി ആഖ്യാന ഖണ്ഡങ്ങളെ ഇങ്ങനെ വെറ്റിലക്കെട്ടിന്റെ അടുക്കെണ്ണം പോലെ എന്ന് പഴയൊരു നാടൻപാട്ടിൽ പറയുന്ന പോലെ, വെറ്റിലക്കെട്ടിൽ വെറ്റില അടുക്കിയിരിക്കുന്ന പോലെ അനേകം ആഖ്യാന ഖണ്ഡങ്ങളെ ഇങ്ങനെ അടുക്കി പോകുന്ന ഒരു ഘടനയാണ് ഈ നോവലിൻ്റെത്. അതിനെ സംബന്ധിച്ച് സവിശേഷമായി ഒന്ന് പറയാനുള്ളത്, ഒരു ആഖ്യാന സന്ദർഭത്തിലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് അതിനെ പടർത്താൻ അനുവദിക്കാതെ വളരെ സ്വാഭാവികമായ ഒരു കാറ്റ് വീശി കടന്നു പോകുന്നത് പോലെ തന്റെ ആഖ്യാന സന്ദർഭങ്ങളിലൂടെ ഒരു കഥ പറച്ചിൽ എന്ന വാക്കിനാണ് ഇവിടെ പ്രാധാന്യം. കഥ പറയുകയാണ് ഷാജി, പലപ്പോഴും എഴുതുകയല്ല. ഒരു നാട്ടുവർത്തമാനം പോലെ നാട്ടുമനുഷ്യർ തമ്മിൽ പങ്കിടുന്ന ഒരു അനുഭവ ശകലം പോലെ ഓരോ ആഖ്യാന സന്ദർഭത്തെയും അധികമൊന്നും വിശദീകരിക്കാതെ, വിടർത്തിയിടാതെ, അഴിച്ചിടാതെ, അതിന്റെ വലിയ വിശദാംശങ്ങളിലേക്കും അതിന്റെ വലിയ വിസ്തരിക്കലിലേക്കും ഒന്നും പോകാതെ അനായാസം എന്ന ഒരു പ്രതീതി ഉളവാക്കിക്കൊണ്ട് ഒരിടത്തും തങ്ങി നിൽക്കാതെ ആഖ്യാനത്തെ ഇങ്ങനെ ഒരു പുഴ പോലെ ഒഴുകാൻ അനുവദിക്കുന്നതാണ് ഈ നോവലിന്റെ ഒരു ഘടന. വലിയ വിശദീകരണം സാധ്യമായ ഘട്ടങ്ങളിൽ പോലും അതിന് മെനക്കെടാതെ, അല്ലെങ്കിൽ അതിൽ താല്പര്യം കാണിക്കാതെ, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലളിതമായ വാക്യങ്ങളിൽ, ചുരുങ്ങിയ വാക്യങ്ങളിൽ, പലപ്പോഴും കാവ്യാത്മകത എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു പഴകിയ ക്ലീഷയിക്കായ അലങ്കാര ജടിലമായ ആ കാവ്യാത്മകതയല്ല, വളരെ അനായാസമായി ഒരുതരം ഭാഷാ ഭംഗി, ആഖ്യാന ഭംഗി സൃഷ്ടിച്ചുകൊണ്ട് ഒരിടത്തും തങ്ങി നിൽക്കാതെ വലിയ വിസ്തരിക്കലിന് മുതിരാതെ കടന്നു പോകുന്ന ഘടനയാണ്. വലിയൊരു സംഭവം, നോവലിനെ സംബന്ധിച്ച് വലിയൊരു സംഭവം പോലും ഒരു ചെറിയ 2-3 ഖണ്ഡികകളിലായിരിക്കും ഒരുപക്ഷെ ഈ നോവലിൽ പറഞ്ഞു തീർക്കുക. പറഞ്ഞിട്ട് അവിടെ തങ്ങി നിൽക്കാതെ അടുത്ത ഘട്ടത്തിലേക്ക്, ആഖ്യാനത്തിന്റെ അടുത്ത പടവിലേക്ക് വായനക്കാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ തോളിൽ കൈയിട്ട് നടത്തിക്കൊണ്ടു പോകാൻ ഷാജികുമാറിന് സാധിക്കുന്നു. ഈ നോവലിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറയേണ്ടിയിരുന്ന ഒരു കാര്യം, അപാരമായ പാരായണ സുഖം തരുന്ന ഒരു നോവലാണ് ഇത് എന്നതാണ്. നോവലിനെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ പാരായണ സുഖമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വായനക്കാരനാണ് ഞാൻ. പാരായണ സുഖമില്ലെങ്കിൽ മറ്റെന്ത് മികവുകൾ ഉണ്ടായാലും ഒരു നോവൽ ഒരു മികച്ച നോവൽ ആകുന്നില്ല. കഥ പറച്ചിലിന്റെ കലയാണ് പ്രാഥമികമായി നോവൽ. ആ പറച്ചിലിന്റെ ചൂണ്ടയിൽ നമ്മളെ കൊരുത്തിടാൻ നോവലിസ്റ്റിന് സാധിക്കുന്നുവെങ്കിൽ അത് വലിയ ഒരു ആദ്യത്തെയും അവസാനത്തെയും ആഖ്യാന വിജയമായി മാറുന്നു. ഇങ്ങനെ ഭാഷാപരമായ സവിശേഷത കൊണ്ടും, പിന്നീട് മറ്റൊന്ന്, ഒരു ദേശത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുക, അതിന് ഒരുതരം യാഥാർത്ഥ്യ പ്രതീതി നൽകുക എന്നുള്ളത് നിസ്സാര കാര്യമല്ല, ഒരു എളുപ്പപ്പണിയല്ല. ഓർഹാൻ പാമുക്കിന്റെ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന നോവലിനെ മുൻനിർത്തി അദ്ദേഹം പിന്നീട് എഴുതിയ ഒരു കുറിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, മിസ്റ്റർ പാമുക്ക്, ഹാവ് യു റിയലി എക്സ്പീരിയൻസ്ഡ് ദിസ് എന്നൊരു വായനക്കാരൻ, നിങ്ങൾ ശരിക്കും അനുഭവിച്ചതാണോ ഇതൊക്കെ എന്നൊരു വായനക്കാരൻ പാമുക്കിനോട് ചോദിച്ചതായി പാമുക്ക് തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് യഥാർത്ഥമാണ്,
നടന്ന സംഭവമാണ്, നടന്ന കഥയല്ല ജീവിതമാണ് എന്ന് തോന്നിക്കുന്ന ഈ യാഥാർത്ഥ്യ പ്രതീതി, ഇത്തരത്തിലുള്ള ഒരു റിയലിസ്റ്റിക് ആണെന്ന തോന്നൽ സൃഷ്ടിക്കുക എന്നത് നോവലിസ്റ്റിന്റെ കലയുടെ ഏറ്റവും വലിയ സാധ്യതയും ഏറ്റവും വലിയ വെല്ലുവിളിയുമാണ്. ഇത് ഷാജി സാധിക്കുന്നത് ഈ ഏർക്കാനയുടെ ഭൂമിശാസ്ത്രത്തെ ദേശപ്പേരുകളിലൂടെ, അവിടുത്തെ പ്രകൃതി ഘടകങ്ങളിലൂടെ, ഉദാഹരണമായി മുള്ളിപ്പുല്ല് എന്നൊരു പുല്ല്, അത് കാസർഗോഡിന് പുറത്തുള്ള ഒരാൾക്ക് പരിചയം ഉണ്ടാവില്ല, ആ പേരിൽ തീർച്ചയായും പരിചയം ഉണ്ടാവില്ല. ഈ മുള്ളിപ്പുല്ലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ നോവലിൽ അങ്ങിങ്ങായി വളരെ സമൃദ്ധമായി നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രകൃതി ഘടകങ്ങൾ, അവിടുത്തെ കലാരൂപങ്ങൾ, തെയ്യം, കോഴിപ്പോര്, വിത്തുകാളകൾ, എന്തിന് കാസർഗോഡൻ മനുഷ്യരുടെ അല്ലെങ്കിൽ എർക്കാനയിലെ മനുഷ്യരുടെ, ഈ നോവൽ ഭൂമിക എന്ന് പറയുന്ന എർക്കാനയിലെ മനുഷ്യരുടെ റാക്ക് കുടിക്കുന്ന, വാറ്റുചാരായം കുടിക്കുന്ന ശീലം, അതിനുവേണ്ടി അവരുപയോഗിക്കുന്ന പാത്രം കൊണ്ട എന്താണെന്ന് അറിയാത്തവർക്ക് പോലും ഈ നോവലിൽ ഒരു മോട്ടീഫായി അത് അനുഭവപ്പെടുന്നു. ഇങ്ങനെ ആവർത്തനം കൊണ്ട്, സാന്ദർഭികമായ ആവർത്തനം കൊണ്ട് ഒരു പ്രദേശത്തിന്റെ സാംസ്കാരികമായ, ഒരു പ്രദേശത്തിന്റെ പ്രകൃതി സവിശേഷതകളും അവിടുത്തെ മനുഷ്യച്ചൂരും അനുഭവമാക്കി തരുന്ന കാര്യത്തിൽ ഒരു വലിയ വിജയമാണ് ഈ നോവൽ. മറ്റൊന്ന്, ഈ നോവലിനെ പറ്റി എല്ലാവരും പറയുന്നത് കാമത്തിന്റെ കഥയാണ് എന്ന് പറയുന്നത്. നോവലിസ്റ്റ് തന്നെ നോവലിന്റെ മുൻകുറിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം കൊന്നുകളഞ്ഞ കാമനെ പാടി ഉണർത്തുന്ന, കളിച്ച് ഉണർത്തുന്ന, ആടി ഉണർത്തുന്ന കലയാണ് ഞങ്ങളുടെ പൂരക്കളി. ആ പൂരക്കളിയുടെ ഘടന ഞാൻ ഈ നോവലിൽ അവലംബിക്കുന്നു എന്ന് പറയുന്നു. ഘടനയിൽ മാത്രമല്ല, ഉള്ളടക്കത്തിലും കാമനെ അഥവാ കാമത്തെ പാടി ഉണർത്തുക എന്ന ഒരു സൗന്ദര്യ തന്ത്രം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യൻ ആത്മീയ പാരമ്പര്യത്തിൽ നിഷേധിക്കപ്പെടേണ്ട ഒന്നാണ്, അടിച്ചമർത്തപ്പെടേണ്ട ഒന്നാണ് കാമം എന്ന ഒരു വലിയ അബദ്ധ ധാരണയുണ്ട്. ആ കാമത്തെ പുനരുജ്ജീവിപ്പിക്കുക, അങ്ങനെ ജീവിതത്തിലേക്ക് മനുഷ്യരെ തിരിച്ച് വിളിക്കുക എന്ന വലിയ ഒരു ദാർശനിക തലമുണ്ട് ഈ നോവലിന്. കാമം എന്ന് പറയുന്നത് അടിച്ചമർത്തേണ്ട ഒന്നല്ല, കൊന്നുകളയേണ്ട ഒന്നല്ല, ഉള്ളിൽ വെച്ച് കൊന്നുകളയേണ്ട ഒന്നല്ല, ശരീരത്തിൽ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലേണ്ട ഒന്നല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തെ ജീവിതയോഗ്യമാക്കുന്ന വലിയ ഒരു ചൈതന്യത്തിന്റെ, ഊർജ പ്രസരത്തിന്റെ പേരാണ് കാമം എന്ന് നോവലിന്റെ പല ഘട്ടങ്ങളിലായി നോവലിൽ ആവർത്തിച്ചു വരുന്ന കാമനകളുടെ ആവിഷ്കാരത്തിലൂടെ പറയുക കൂടി ചെയ്യുന്നുണ്ട് ഈ നോവൽ. ജീവിതത്തെ ജീവിതമാക്കി തീർക്കുന്ന വലിയൊരു ശക്തിയാണ്, വലിയൊരു ചൈതന്യമാണ് കാമം. അത് നിഷേധിക്കപ്പെടേണ്ട ഒന്നല്ല, അത് ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണ്. അത് മരിച്ച കാമനെ ജീവിപ്പിക്കുക എന്നതാണ് തന്റെ നോവൽ ലക്ഷ്യം. ഷാജി ഇവിടെ ആമുഖമായിട്ട് പറയുകയുണ്ടായത് ഹിംസക്കെതിരായിട്ടുള്ള ഒരു നോവലാണെന്ന്. അതുപോലെ തന്നെ കാമത്തെ ജീവിതത്തിന്റെ അടിസ്ഥാന ധാരകളിൽ ഒന്നായി കണ്ടെത്തുകയും വളരെ നിസ്സങ്കോചമായി അതിനെ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ നോവലിന്റെ സവിശേഷതകളിൽ മറ്റൊന്ന്. ഇത്തരത്തിൽ വളരെ നിസ്സങ്കോചമായ ജീവിതത്തെ, മനുഷ്യാനുഭവത്തെ, മനുഷ്യാവസ്ഥയെ അഭിമുഖീകരിക്കുന്നു എന്നതാണ് മരണവംശം മുന്നോട്ട് വയ്ക്കുന്ന സവിശേഷതകളിൽ ഒന്ന്, വളരെ പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന്. ഇതിന്റെ ഭാഷയിൽ അത് കാണാം. തെറിവാക്കുകളൊക്കെ വളരെ സമൃദ്ധമായി, വളരെ നിസ്സംഗമായി, വളരെ നിസ്സങ്കോചമായി എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആഖ്യാതാവിനെയാണ് നമ്മൾ ഈ നോവലിൽ കാണുക. ഈ നോവൽ മോറലിസ്റ്റിക്കോ ഇമ്മോറലോ അല്ല, എമോറൽ എന്ന് പറയാവുന്ന ഒരു നടുനില അവലംബിച്ചുകൊണ്ട് ലൈംഗികതയെ ആവിഷ്കരിക്കുന്നു, മനുഷ്യ സ്വഭാവത്തെ ആവിഷ്കരിക്കുന്നു, മനുഷ്യാവസ്ഥയെ ആവിഷ്കരിക്കുന്നു. ഇതിന്റെ ചില ഉദാഹരണങ്ങൾ നോവലിൽ നിന്ന് തന്നെ എടുത്ത് കാണിച്ചില്ലെങ്കിൽ ഈ ചർച്ച അപൂർണമായിരിക്കും എന്നതുകൊണ്ട്, നാലാം നിറത്തിലെ ഒരു സന്ദർഭം, ഒരു ആഖ്യാന ഖണ്ഡം, ഞാനിവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരു ഉപശീർഷകത്തോടുകൂടി പ്രത്യക്ഷപ്പെടുന്ന, ഒന്നോ പതിവ് പോലെ ഈ നോവലിന്റെ പൊതു സ്വഭാവത്തിന് നിരക്കുന്ന വിധത്തിൽ ഒന്നോ ഒന്നരയോ പേജിൽ അവസാനിക്കുന്ന ഒരു ആഖ്യാന ഖണ്ഡമുണ്ട്. നീല നിറമുള്ള കാട്ടുപൂക്കൾ എന്നാണ് അതിന്റെ പേര്. ചന്ദ്രൻ എന്ന ഈ നോവലിലെ പ്രധാന കഥാപാത്രത്തിന്റെ ആദ്യാരത്യനുഭവം എന്ന് പറയാവുന്ന ഒന്നിനെ പറ്റിയാണ് ഈ അധ്യായത്തിൽ പറയുക. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഓമൻ നായർ ചോദിച്ചു, തൊട്ടു നക്കാൻ എന്തെങ്കിലും വേണോടാ? അവൻ ചിരിച്ചു. രണ്ടാളും കാണരുതെന്ന ലജ്ജയിൽ ചന്ദ്രൻ അവളെ ഇല്ലിക്കാടിന്റെ പിറകിലേക്ക് വലിച്ചു. അവളുടെ കുട്ടി അവന് പിറകെ കരച്ചിലോടെ വന്നു. നീല നിറമുള്ള കാട്ടുപൂക്കൾ കുട്ടിക്ക് കൊടുത്ത് അവൻ ഇല്ലിക്കാട്ടിൽ ഒളിച്ചു. പൂവ് കിട്ടിയ കുട്ടി കരച്ചിൽ നിർത്തി.
വെറുതെയല്ല അച്ഛൻ നായനാരിൽ നിന്ന് മാറാത്തത്. വെറുതെയല്ല അച്ഛൻ നായനാരിൽ നിന്ന് മാറാത്തത്. ചന്ദ്രന് മനസ്സിലായി. ഇനി വരുന്ന 2 വാക്യങ്ങൾ നിങ്ങൾ സവിശേഷമായി ശ്രദ്ധിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. പിറ്റേന്ന് തലക്കുന്ന് കയറിയപ്പോൾ ചന്ദ്രൻ ഇല്ലിക്കാട്ടിലേക്ക് നോക്കി. ഇല്ലിക്കാട് അഴിഞ്ഞുലഞ്ഞിരുന്നു. കാട്ടുപൂക്കൾ എവിടെയും ഉണ്ടായിരുന്നില്ല. ഇതിനെയാണ് ഞാൻ ആഖ്യാനത്തിലെ സൗന്ദര്യത്തിന്റെ സന്ദർഭങ്ങളെന്ന് ഈ സംസാരത്തിൽ ആദ്യം വിശേഷിപ്പിച്ചു. എത്ര അനാർഭാടമായാണ് അല്ലേ നമ്മൾ ക്ലീഷേയ്ക്കായി തീർന്ന് നമ്മുടെ കാവ്യാത്മകം എന്ന് പറയപ്പെടുന്ന ആഖ്യാന ഭാഷയുടെ ഒരു കരുക്കളും ഉപയോഗിക്കാതെ വളരെ ലുബ്ധമായ, വളരെ ലളിതമായ, വളരെ സ്വാഭാവികമായ 1-2 വാക്യങ്ങൾ കൊണ്ട് ഒരു പുരുഷന്റെ ജീവിതത്തിലെ ആദ്യ രത്യനുഭവത്തെ ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ നോവലിസ്റ്റ്. ഇതുപോലെ സദാചാരം എന്ന് നമ്മൾ പറഞ്ഞു വരുന്ന മൂല്യ സങ്കല്പം അതെത്ര കപടമാണ് എന്ന് നമുക്കറിയാം. അതെത്ര ഇരട്ടത്താപ്പുകൾ നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ചുറ്റിലും അസാൻമാർഗികതയേ ഉള്ളൂ, നമ്മുടെ പൊതുജീവിതത്തിലും നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ സാംസ്കാരിക ജീവിതത്തിലും. എങ്കിലും അതിനെല്ലാം സന്മാർഗം എന്ന, സദാചാരം എന്ന വളരെ ഭംഗിയുള്ള ഒരു ഉടുപ്പിടുവിച്ച് അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സമൂഹമാണ് മലയാളി. ഇതിനെ എത്ര ഭംഗിയായി ലംഘിക്കുന്നു, എത്ര ഭംഗിയായി തുറന്നു കാട്ടുന്നു. ഇതിനെല്ലാം സാൻമാർഗികമോ അസാൻമാർഗികമോ അല്ലാത്തൊരു നടുനിലയിൽ നിന്നുകൊണ്ട് ആവിഷ്കരിക്കുന്നു ഷാജികുമാർ എന്ന നോവലിസ്റ്റ് എന്ന് നോക്കുക. ഇതേ അധ്യായത്തിൽ 4-ാം നിറം എന്ന ഇതേ അധ്യായത്തിലെ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ കുഞ്ഞമ്മാർ എന്ന ഈ നോവൽ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം മാധവിയുമായി സംസാരിക്കുന്നു. മാധവിയുടെ ഒരു പരപുരുഷ ബന്ധത്തെപ്പറ്റി സംസാരിക്കുന്നു. ആ സംഭാഷണ ഭാഗം ഇങ്ങനെയാണ് നമ്മൾ നോവലിൽ വായിക്കുക. ബീഡിപ്പുക തൊണ്ടയിൽ കുടുങ്ങി കുഞ്ഞമ്മാർ ചുമച്ചു. ഇനി ഓൻ അറിയാന്ന് വെച്ചോ, എന്നിട്ട് പോയാലും അതൊന്നും എന്റെ തെറ്റല്ല. മകന്റെ ഭാര്യയോടാണ് ഈ സംസാരിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. ഓന്റെയും തെറ്റല്ല. ചില ഇഷ്ടങ്ങളുടെ തെറ്റും ശരിയൊന്നും നിശ്ചയിക്കാൻ നമ്മ ആരുമല്ല മാധവി. പിന്നെ ഇതിൽ തെറ്റ് ശരിയെന്നൊന്നും ഇല്ല. വളരെ സ്പഷ്ടമായി ആഖ്യാനത്തിന്റെ ഒരു അനിവാര്യ അംശം പോലെ ഈ നോവൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സംഭാഷണ ഭാഗമാണിത്. പിന്നെ ഇതിൽ തെറ്റ് ശരിയെന്നൊന്നും ഇല്ല. മനുഷ്യ ജീവിതത്തിലെ മനുഷ്യാനുഭവങ്ങളിലെ ശരി തെറ്റുകളുടെ സന്നിഗ്ധതയെക്കുറിച്ചുള്ള മുഴങ്ങുന്ന ഒരു വാക്യമാണ്. അത് വലിയ ദാർശനിക നാട്യങ്ങളൊന്നുമില്ല. ദാർശനിക നാട്യമേ ഇല്ലാതെ താനിങ്ങനെ മനുഷ്യാവസ്ഥയുടെ ഒരു മർമ്മത്തെ സ്പർശിക്കുകയാണ് തന്റെ കഥാപാത്രത്തിലൂടെ എന്ന ഭാവമേ ഇല്ലാതെ നോവലിസ്റ്റ് രേഖപ്പെടുത്തി വയ്ക്കുന്നു. ഇതേ അധ്യായത്തിന്റെ ഒടുവിൽ കുഞ്ഞമ്മാർ വീണ്ടും മാധവിയോട് പറയുന്നു, ഓമൻ വിഷാണെന്ന് എനിക്കറിയാം, നിനക്കും അറിയാം. അത് നിന്നെ ബിതുങ്ങാതെ നീ നോക്കിക്കോ. ഓൻ ആരോടും സ്നേഹമില്ലണേ. സുഖത്തിന് അതൊരു കുഴപ്പാന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ വാക്യം ശ്രദ്ധിക്കുക. വളരെ ഗ്രാമ്യമായ, ഗ്രാമീണം എന്നല്ല ഞാൻ പറയുന്ന, ഗ്രാമ്യമായ ഒരു ദാർശനിക പ്രസ്താവമാണിത്. അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയെ കുറിച്ചുള്ള ഒരു ഭാരിച്ച നിരീക്ഷണമാണിത്. സുഖത്തിന് അതൊരു കുഴപ്പാന്നോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതും പറഞ്ഞു കുഞ്ഞമ്മാർ ചാപ്പയിലേക്ക് നടന്നു. മാധവി അവിടെ തന്നെ കുത്തിയിരുന്നു. കുഞ്ഞമ്മാറിന്റെ അവസാന വാചകങ്ങളിൽ അവളുടെ മനസ്സ് കുടുങ്ങിക്കിടന്നു. നല്ല വായനക്കാരുടെ മനസ്സും ഇത്തരം വാക്യങ്ങൾ, ഇത്തരം ആഖ്യാന സന്ദർഭങ്ങളിൽ കുടുങ്ങിക്കിടക്കും എന്ന് തന്നെയാണ് ഒരു വായനക്കാരൻ എന്ന നിലയിൽ എൻ്റെ വിശ്വാസം. ഇതുപോലെ ഒരുതരം മാജിക്കൽ റിയലിസം ഉണ്ട്. ഒരുതരം കാസർഗോഡൻ മാജിക്കൽ റിയലിസം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങളിൽ ഈ നോവലിൽ സുലഭമാണ്. മൃഗങ്ങളും പക്ഷികളും മരങ്ങളും കാറ്റും മഴയും മഞ്ഞും എല്ലാം ദൈവങ്ങളും മനുഷ്യരോട് സംസാരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് ഈ നോവൽ. മയിലുകളും മൈനകളും എന്നിങ്ങനെ. ഒരു സന്ദർഭത്തിൽ ഒരു പാട്ടുകൂടി നളിനി എന്ന ഈ നോവലിലെ പ്രധാന കഥാപാത്രത്തോട്, സ്ത്രീ കഥാപാത്രത്തോട് ഒരു പാട്ട്, ചന്ദ്രകളഭം ചാർത്തി എന്ന പാട്ട്, ഭാസ്കരൻ അവൾക്ക് പാടിക്കൊടുത്ത ആ പാട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിൽ ഈ മാജിക്കൽ റീൽസ് എന്ന് ഞാൻ വിശേഷിപ്പിച്ച തരത്തിലുള്ള ഒരു സന്ദർഭം നമ്മൾ കാണുന്നത്, ഒരു രാത്രി കുഞ്ഞമ്മാർ ഒരു വാറ്റുകാരി സ്ത്രീയുടെ അടുത്ത് റാക്ക് കുടിക്കാൻ ചെല്ലുന്നു. അപ്പോൾ റാക്ക് തീർന്നിരിക്കുകയാണ്. കുഞ്ഞമ്മാർ പറയുന്നത് ഉണ്ടാവും, ആ പാത്രത്തിൽ ഇനിയും റാക്ക് ഉണ്ടാവും എന്ന് പറയുകയും ആ പാത്രത്തിൽ സമൃദ്ധമായി നിറഞ്ഞിരുന്ന റാക്ക് അവർ പങ്കിട്ട് കുടിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഇത് അത്ഭുതമാണ്. അത്ഭുതത്തെ സ്വാഭാവികമാക്കുന്ന, അല്ലെ വിസ്മയത്തെ സ്വാഭാവികമാക്കുന്ന കലയാണ് മാജിക്കൽ റിയലിസം എന്ന് ഞാൻ
വിചാരിക്കുന്നു. അതിന് മാർക്കേസിന്റെ മാജിക്കൽ റിയലിസമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാസർഗോഡിന്റെ മണ്ണിൽ നോവലിസ്റ്റിന്റെ അനുഭവത്തിൽ, നോവലിസ്റ്റിന്റെ കൽപ്പനാ ലോകത്തിൽ മുളച്ചു പൊന്തിയ ഒന്നിനെയാണ് മറ്റു വാക്കുകളുടെ അഭാവത്തിൽ ഞാൻ മാജിക്കൽ റിയലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ നിരവധിയായ ആഖ്യാന സവിശേഷതകളുടെ ഒരു ആകരം എന്ന നിലയിലാണ് ഈ നോവലിനെ സമകാലീന മലയാള നോവലിലെ മികച്ച ഉപലബ്ധികളിലൊന്ന്, മികച്ച കുതിപ്പുകളിലൊന്ന്, മികച്ച നേട്ടങ്ങളിലൊന്ന് എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന വളരെ ആത്മാർത്ഥമായി, വളരെ ആഹ്ലാദപൂർവം, വളരെ സത്യസന്ധമായി. ഇത്രമാത്രം കഥാപാത്രങ്ങളെ, കഥാസന്ദർഭങ്ങളെ, കഥാ അംശങ്ങളെ കോർത്ത് കെട്ടി 18 നിറങ്ങളിലായി സവിശേഷമായ ഒരു ആഖ്യാന ഭാഷയിലും ആഖ്യാന താളത്തിലും സന്നിവേശിപ്പിച്ച് ഒരു നോവൽ അനുഭവം, ഒരു നോവൽ പ്രപഞ്ചം സൃഷ്ടിക്കുക എന്ന അസാമാന്യ വിജയമാണ് ഈ നോവലിലൂടെ നോവലിസ്റ്റ് കൈവരിച്ചിരിക്കുന്നത്. ഞാൻ ആദ്യം മഹാഭാരതം പോലെ ഒരു ഇതിഹാസവുമായി നോവലിനെ തട്ടിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു തരത്തിൽ ഈ നോവലിന്റെ കഥാ സമൃദ്ധിയും കഥാപാത്ര പെരുപ്പവും അതിനെ ഐതിഹാസികമാക്കുന്നുണ്ട്. അത് ഒരു നോവലിസ്റ്റിന്റെ കലയെ സംബന്ധിച്ച് ഒരു അസാമാന്യമായ, വളരെ ക്ലേശകരമായ, അതേസമയം ആഹ്ലാദകരമായ ഒരു ഭാവനാ വിജയം കൂടിയാണ്, ഒരു എഴുത്ത് വിജയം കൂടിയാണ്, ഒരു സർഗാത്മക വിജയം കൂടിയാണ്, ഒരു ആഖ്യാന വിജയം കൂടിയാണ്. ആ ആഖ്യാന വിജയത്തിന്റെ സാക്ഷ്യമായാണ് ഇപ്പോഴേ പതിപ്പുകൾ 15 എന്നാണ് ഞാൻ ഒടുവിൽ കേട്ടത്. പിന്നീടും പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ട് ഈ നോവൽ ഇപ്പോൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നോവലിനെ പറ്റി വളരെ പറയപ്പെട്ടു കഴിഞ്ഞു, പക്ഷേ വളരെ കാര്യമായൊന്നും എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ധാരണ. ഈ നോവൽ ഇനിയും ചർച്ച ചെയ്യപ്പെടട്ടെ. ഈ നോവൽ മലയാള നോവൽ സാഹിത്യ ചരിത്രത്തിന്റെ ഭാഗമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഭാഗമായി തുടരുമെന്ന് വിശ്വസിക്കുന്നു. അതിലേക്കുള്ള ഇതിന്റെ പ്രയാണത്തിലെ ഒരു എളിയ പടവ് എന്ന നിലയിലാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുകയും നോവലിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ ഈ നോവൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ധാരാളം സമയം ഉപയോഗിച്ചു കഴിഞ്ഞു എന്ന് തോന്നുന്നു. തുടർ ചർച്ചകൾക്കായി തൽക്കാലം ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നന്ദി സജ്ജയ്. നോവലിൻ്റെ ഉള്ളിലേക്ക് വളരെ ഹ്രസ്വവും എന്നാൽ പിന്നെ വളരെ ലളിതവുമായി നോവലിനെ കുറിച്ചും താങ്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആഖ്യാന ശൈലിയെക്കുറിച്ചും. ആ ലെവലിൽ താങ്കൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. നമുക്കിനി ചർച്ചകളിലേക്ക് കടക്കാം അല്ലേ? നമുക്ക് ഷാജി ഇങ്ങനൊരു കഥയിൽ നിന്ന് ഇങ്ങനെ നോവൽ എന്നൊരു മറ്റൊരു ഭൂമിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ശരിയേട്ടാ, സജയേട്ടൻ വളരെ ഗംഭീരമായിട്ട് മനസ്സ് തൊട്ടുന്ന വളരെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. സന്തോഷം. കഥയിൽ നിന്ന് നോവലിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും നോവൽ എഴുതി തുടങ്ങുന്ന കാലം തൊട്ടേ ആഗ്രഹിച്ചിരുന്നു. കാരണം ഈ ദേശം ബേസ്ഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും കഥകളും കഥാസന്ദർഭങ്ങളും ഒട്ടേറെ ഉണ്ട് അവിടെ. അപ്പോൾ പിന്നെ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നോവൽ കഥ എഴുതുന്ന കാലത്തൊക്കെ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അതിന് ഒരു സമയം വന്നത് ഇപ്പോഴാണ്. പിന്നെ ബേസിക്കലി ഞാൻ ഭയങ്കര മടിയനാണ്. നോവൽ എഴുതാനുള്ളൊരു ഇരിപ്പോ അതിനുള്ള മെനക്കേടോ എനിക്ക് ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ മരണവംശം എഴുതി തുടങ്ങുമ്പോൾ ആ എഴുത്തങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് പോയി. പിന്നെ കഥ നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു എൻ്റെ പല കഥകളും കുറച്ചും കൂടെ വലിയ നീണ്ട കഥകളായിട്ടായിരുന്നു വന്നിരുന്നത് പലതും. അസാധു, സ്ഥലം, പിന്നെ സുഖം, അങ്ങനെ. അപ്പോൾ അത് വായിച്ച പലരും പറഞ്ഞു ഇതിലൊരു നോവലുണ്ട്, ഇത് കുറച്ചുകൂടെ വലുതാക്കിയാൽ നോവലാക്കി മാറ്റാമെന്ന് പലരും, സുഹൃത്തുക്കളായിട്ടുള്ള പലരും പറയുണ്ടായി. അപ്പോൾ ഞാൻ അത് നീട്ടി എഴുതാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അത് കഥയായിട്ട് തന്നെയാണ് പുസ്തകങ്ങളായിട്ട്, കഥാസമരങ്ങളായിട്ട് വരുമ്പോൾ വന്നത്. അപ്പോൾ അങ്ങനെ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പലരും ഇങ്ങനെ പല നിർബന്ധങ്ങളുണ്ട്. സുഹൃത്തുക്കളുടെയും എഴുത്തുകാരായിട്ടുള്ള വായനക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുടെയൊക്കെ നിർബന്ധങ്ങൾ പിറകിലുണ്ടായിരുന്നു. അങ്ങനെ പലതരം നിർബന്ധങ്ങളുടെ പുറത്താണ് ഈ നോവലെഴുത്ത് മരണവശം എഴുതുന്നത്. അല്ലാതെ അതിൽ വേറെ അതൊന്നുമില്ല. നമുക്ക് ചർച്ച തുടരാം. ഹേമലത, വളരെ നന്നായിട്ട് പുസ്തകത്തിനെ ശരിയായിട്ട് നമ്മൾക്ക് വിവരിച്ചു തന്നു ശ്രീ സജയ്. ഇതൊരു ചെറിയ രീതിയിൽ അവതരിപ്പിക്കാവുന്ന ഒരു സംഭവമല്ല സത്യത്തില്. പക്ഷെ അതിനെ ഹ്രസ്വമായിട്ടും അതേ സമയം നമുക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലും പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചു.
തികച്ചും അപരിചിതമായിട്ടുള്ള സാഹചര്യങ്ങളിലെ മനുഷ്യ ജീവിതം ആണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അത് നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ആഖ്യാന ശൈലി എന്ന് പറഞ്ഞാൽ അപാരമാണ്. എത്ര മനോഹരമായിട്ട് ഒരുപാട് മനുഷ്യരെ, അവരുടെ ജീവിതങ്ങളെ, അവരുടെ മനസ്സിനെ, അവരും തമ്മിലുള്ള ബന്ധങ്ങളെ ഒക്കെ അനായാസമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ശൈലിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇത് ഒരു ഫിക്ഷൻ ആയിട്ട് നമുക്ക് ഒരിക്കലും അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. നമ്മൾ വായിച്ചു പോകുമ്പോൾ ഇത് ഈ കഥാപാത്രങ്ങളൊക്കെ എവിടെയൊക്കെയോ ഉണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്കുണ്ടാവും. കുറെയൊക്കെ ചരിത്രത്തിലേക്കും പിന്നീട് കണ്ടംപററി ഒരു ഇതിലേക്കും വരുന്ന രീതിയിലാണ് ഇതിന്റെ എഴുത്ത്, അതിന്റെ ശൈലി. ഈ കഥാപാത്രങ്ങളെല്ലാം മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ അതില് ചിലര് വലിയ ഒരു കസേരയിട്ട് നമ്മുടെ മനസ്സിൽ കയറി ഇരിക്കുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് ഇതില്. കുഞ്ഞന്മാർ പോലുള്ള കഥാപാത്രം, ശക്തരായിട്ടുള്ള കഥാപാത്രങ്ങൾ ഉണ്ട് ഇതില്. ഈ നമുക്ക് അപരിചിതമായിട്ടുള്ള ദേശം, കാലഘട്ടം ഒക്കെ ആയിട്ടുള്ള അവരുടെ ഭാഷ പോലും അപരിചിതമാണ്. എർക്കാന എന്നുള്ള ഒരു സ്ഥലത്ത് അവർ സംസാരിക്കുന്ന ഭാഷയൊക്കെ നമുക്ക് പലപ്പോഴും ഫുട് നോട്ടിൽ നോക്കിയിട്ട് മനസ്സിലാക്കണം, പല അവരുടെ പ്രയോഗങ്ങളെല്ലാം. പിന്നെ ഈ ചെറിയ ജീവിതങ്ങളാണെങ്കിലും അവരുടെ ബന്ധവും ബന്ധനങ്ങളും കാമനകളും കുടിപ്പകയും ആശനിരാശകളും ഒക്കെ കൂട്ടിക്കുഴച്ച് നല്ല പശിമയുള്ള മണ്ണിലാണ് ഈ കഥ നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഞാനതില് ഒരു ക്രിട്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ, എന്റെ തോന്നലാണെന്ന് അറിഞ്ഞൂടാ, അടങ്ങാത്ത ലൈംഗിക തൃഷ്ണകളുള്ള സ്ത്രീ പുരുഷന്മാര് ഒരുപാട് പേര് ഇതിൽ അവതരിക്കുന്നുണ്ട്. അപ്പൊ മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകൾ അവരിൽ കൂടി പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചതായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ കഥ പറയുന്നതിനുള്ള കഴിവ്, അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഓരോ സംഭവങ്ങളിലേക്കും, വ്യക്തികളിൽ നിന്ന് സംഭവങ്ങളിലേക്കും കാലങ്ങളിലേക്കും ഒക്കെ ഇങ്ങനെ വളരെ വളരെ എളുപ്പം, ഈ നേരത്തെ സജയ് പറഞ്ഞതുപോലെ ഒഴുകി പരക്കുന്ന ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ടതാണ്. നമ്മളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുഞ്ഞന്മാർ, ഭാസ്കരൻ, ചന്ദ്രൻ, നളിനി, ജാനകി, രമണി, രാജൻ, സതി, പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ. നമുക്ക് ഇത് വായിക്കുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയത്, ഈ കഥാപാത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങള് എനിക്ക് പിന്നെ ഇതിന്റെ ഒരു റൂട്ട് മാപ്പ് ആദ്യം കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ ഓരോ പ്രാവശ്യം നോക്കിയെടുക്കേണ്ടി വന്നിരുന്നു. പിന്നെ അവരിൽ നിന്ന് ബന്ധം പിരിഞ്ഞു പോകുന്ന അവരുടെ മക്കളായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് നമ്മളുടെ മനസ്സുകൊണ്ടൊന്ന് റിലേറ്റ് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അത്രയധികം കഥാപാത്രങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അതൊരു നെഗറ്റീവ് ഇതായിട്ടല്ല പറയുന്നത്, അത്രയും കഥാപാത്രങ്ങൾ മനസ്സിൽ നിൽക്കുന്നില്ല വായിക്കുമ്പോൾ. പിന്നെ ഈ കഥാസന്ദർഭങ്ങള് ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹ്യ ചരിത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തുന്ന ഒരു രീതിയും വളരെ വ്യത്യസ്തമാണ്. അതായത് നമ്മുടെ രാഷ്ട്രീയ ചലനങ്ങളെല്ലാം തന്നെ ഇതിലെ കഥാപാത്രങ്ങളുടെ ബന്ധങ്ങളുമായിട്ട്, അതായത് ഒളിവിൽ കഴിയുന്ന നേതാക്കന്മാരെയൊക്കെ സഹായിക്കുന്ന കുട്ടി എന്നുള്ള രീതിയിലൊക്കെ പലരെയും പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ. അതൊക്കെ സുന്ദരയ്യ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാവരും ഒളിവിൽ കഴിഞ്ഞ ആ സാഹചര്യം, അതുപോലെ അടിയന്തരാവസ്ഥക്കാലം, അങ്ങനെയൊക്കെയുള്ള കാലഘട്ടങ്ങളും അതിനുശേഷം ഈ ഒരു സമൂഹം തന്നെ അവരുടെ വികസനത്തിലേക്ക് വരുന്ന ആ ഒരു മാറ്റങ്ങളും ഒക്കെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ, അതായത് തിരിച്ചറിവില്ലാത്ത ഒരു ജനതയിൽ നിന്ന് തിരിച്ചറിവും വിദ്യാഭ്യാസവും ഒക്കെ നേടിയ ഒരു ജനതയിലേക്ക് അവരെത്തുമ്പോൾ അവരുടെ സംസാരവും ഭാഷയും ചിന്താഗതികളും ഒക്കെ മാറുന്നതൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ആഖ്യാന ശൈലി എപ്പോഴും നമ്മൾ എടുത്തു പറയണം. എനിക്ക് തോന്നുന്നു ഈ നോവലിനെ ഏറ്റവും പോപ്പുലർ ആക്കിയതിന്റെ ഒരു കാരണം അതിന്റെ ആ കഥ പറയാനുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ആവിഷ്കാര രീതി തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ്, റേഡിയോ കേൾക്കാനായിട്ട് പാത്തു നിൽക്കുന്ന ഒരു ഇത്, അതുപോലെ സിലോൺ റേഡിയോ ഇതിലെ പ്രക്ഷേപണം, ഇതിനൊക്കെ പറ്റിയിട്ട് പറയുന്നുണ്ടല്ലോ. ജാതി വിവേചനം, അന്ധവിശ്വാസം എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങളും മിത്തുകളും ദൈവവും മനുഷ്യനും തമ്മിൽ വേർതിരിവില്ലാത്ത ഒരു രീതിയിലാണ് ഇതിലെ ആഖ്യാനം പോയിട്ടുള്ളത്. ഇതൊക്കെ ഈ നോവലിനെ വ്യത്യസ്തമാക്കുന്നു എന്ന് തന്നെ പറയണം. വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മുന്നോട്ട് പോവാൻ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. അതിലെ ഭാഷ കുറച്ച് അപരിചിതമായതുകൊണ്ടായിരിക്കാം. പക്ഷെ വായിച്ചു പോകും തോറും നമുക്ക് താഴെ വെക്കാതെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവണത ഉണ്ടായിരുന്നു. ഹലോ ഹലോ കട്ടായി പോയോ? ഇല്ലല്ലോ.
ഇല്ല, ഞാൻ നിർത്തിയതാണ്. ഞാൻ ഒരുപാട് പറയുന്നില്ല. സജയ് പറഞ്ഞതിന്റെ ഒരു തുടർച്ചയായിട്ട് പറഞ്ഞതാണ്. വായിച്ചതിന്റെ ഒരു ത്രില്ലില് പറഞ്ഞു പോയതാണ്. അല്ല സജയ്, നമ്മളിപ്പം പിന്നെ ദേശമുദ്രകളുള്ള നോവൽ അല്ലെങ്കിൽ ദേശ കഥകൾ ധാരാളം ഉണ്ടല്ലോ. ഇത് അതിൽ നിന്ന് ഈ മരണവംശത്തെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ്? ദേശ നോവൽ വളരെ പരിമിതപ്പെടുത്തുന്ന, ഇപ്പൊ ഖസാക്കിനെ ദേശ നോവൽ എന്ന് വിളിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കോചം തോന്നുന്നില്ല. അത് ദേശ നോവൽ മാത്രമല്ലല്ലോ. അല്ല ദേശ നോവൽ മാത്രമാവാതിരിക്കുക, ദേശം എന്നത് ഒരു ടേക്ക് ഓഫ് പോയിന്റ് മാത്രമാക്കി എടുത്തുകൊണ്ട് മനുഷ്യാവസ്ഥയുടെ മറ്റു തലങ്ങളിലേക്കുള്ള ഒരു ഉയർന്നു പറക്കലായി നോവൽ മാറുമ്പോഴാണ് ദേശ നോവൽ ആയിരിക്കെ തന്നെ മികച്ച നോവലായി മാറുക. അതിനുവേണ്ടി ഷാജികുമാർ തനിക്ക് പരിചിതമായ ദേശത്തെ, അവിടുത്തെ എല്ലാ ആഖ്യാന സാധ്യതകളുടെ എല്ലാ അംശങ്ങളെയും, എല്ലാ അനുഭവാംശങ്ങളെയും വളരെ സമർത്ഥമായി ഉപയോഗപ്പെടുത്തുന്നു ഈ നോവലിൽ എന്നതാണ് ഈ നോവലിന് ഒരു ആഖ്യാന വിജയം എന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുക. ഇപ്പോ മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ പോലെ ഒരു നോവലിന്റെ കാര്യത്തിൽ ഫ്രഞ്ചും മലയാളവും അവിടുത്തെ മയ്യഴി മലയാളവും എന്നൊരു സാധ്യതയാണ് എം മുകുന്ദൻ ഉപയോഗിക്കുക. അതുപോലെ കാസർഗോഡൻ മലയാളത്തിലെ തുളുവിന്റെയും കന്നഡത്തിന്റെയും കലർപ്പുകളെ വളരെ സ്വാഭാവികമായി, വളരെ ഉചിതമായി, വളരെ സൂക്ഷ്മതയോടുകൂടി, വലിയ അനുപാതബോധത്തോടുകൂടി ഉപയോഗിക്കാൻ ഷാജിക്ക് സാധിക്കുന്നു. ഇപ്പൊ കൊണ്ട എന്നൊരു വാക്കിനെ ഒരു പാനപാത്രത്തെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു. അതുപോലെയാണ് പൊൽപ്പിടി എന്നൊരു വാക്ക്. എന്ത് മനോഹരമായ ഒരു വാക്കാണത്. ഇങ്ങനെ മലയാള ഭാഷയുടെ അനുഭവാവിഷ്കാര ശേഷിയെ വിപുലപ്പെടുത്തുന്ന രീതിയിൽ പ്രാദേശികത നോവലിൽ പ്രവർത്തിക്കുമ്പോഴാണ് പ്രദേശം അതിന്റെ അധിഷ്ഠാനമോ ആയിരിക്കുമ്പോഴും അതൊരു മികച്ച നോവലായി മാറുക. പ്രദേശം കൊണ്ട് മാത്രം, പ്രാദേശിക വൈവിധ്യം കൊണ്ട് മാത്രം, അത്തരത്തിൽ എക്സോട്ടിക് എന്ന് നമ്മൾ പറയുന്ന പോലെ അപരിചിതത്വത്തിന്റെ ഭംഗി കൊണ്ട് മാത്രം ഒരു നോവൽ മനോഹരമായി മികച്ചതായി മാറുന്നില്ല. ഈ എക്സോട്ടിസിസത്തെ മനുഷ്യാവസ്ഥയെ കുറിച്ചുള്ള ആരായലിനുള്ള മൗലികമായ ഒരു ഉപാധിയാക്കി മാറ്റുമ്പോഴാണ്, അല്ലെ, നമ്മുടെ ഈ പറഞ്ഞ, ഞാനിവിടെ പേര് സൂചിപ്പിച്ച എല്ലാ നോവലുകളും നോവലിസ്റ്റുകളും തങ്ങളുടെ പ്രദേശത്തെ നോവലിന് വേണ്ടിയിട്ടുള്ള ഒരു അസംസ്കൃത വസ്തുവായി, ആഖ്യാനത്തിനുള്ള ഒരു അസംസ്കൃത വസ്തുവായി ഉപയോഗിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം മൗലികമായിരുന്നു എന്നതാണ് അവയെ വ്യത്യസ്തമാക്കുകയും പരസ്പരം വ്യത്യസ്തമാക്കുകയും ഒന്നിനോട് താരതമ്യപ്പെടുത്താൻ വയ്യാത്ത വിധത്തിൽ, പറ്റാത്ത വിധത്തിൽ വ്യത്യസ്തമാക്കുകയും അവയെ മികച്ച നോവലുകളാക്കി മാറ്റുകയും ചെയ്യുന്നത്. ഈ കേരളം എന്ന് പറഞ്ഞ ചെറിയ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇതെല്ലാം ഖനിച്ചെടുക്കുന്നത്, കുഴിച്ചെടുക്കുന്നത്. അതിനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ ഭാഷയ്ക്ക്, നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ ദേശത്തിന് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അത് തന്റെ ദേശത്തെ മുൻനിർത്തി വളരെ സമർത്ഥമായി ഷാജികുമാർ ഈ നോവലിൽ അത് ചെയ്യുന്നു എന്നതാണ് ഇവിടെ പ്രധാനമായ വസ്തുത. ഷാജിയുടെ ഒരു സുഹൃത്ത് പറഞ്ഞതിനെ പിന്തുടർന്ന് നടത്തിയ അന്വേഷണമാണ് നോവലിലേക്ക് എത്തിയത്, അല്ലേ? താങ്കൾക്ക് പരിചിതമായിട്ടുള്ള കഥാപാത്രങ്ങൾ അതിനകത്ത് ഉണ്ടാവുമല്ലോ, അല്ലേ? ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. അതിലിപ്പോ ആ ദേശം, എൻ്റെ സുഹൃത്തിന്റെ ദേശത്താണ് കഥയ്ക്ക് ആസ്പദമായിട്ടുള്ളൊരു സംഭവം നടന്നെങ്കിൽ കൂടിയും ഇതിൽ ഒരു പകുതിയോളം കഥാപാത്രങ്ങളും കഥകളും എൻ്റെ നാട്ടിൽ നിന്ന് മിക്സ് ചെയ്തതാണ്. പിന്നെ നമുക്ക് പരിചിതമുണ്ട്, നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്, പിന്നെ അതുമായി ചേർന്ന് ജീവിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ബ്ലെൻഡ് ആവും. നമ്മൾ എഴുതുമ്പോൾ അത് സ്വാഭാവികമായിട്ട് കടന്നു വരും. അതങ്ങനെ അതിനുവേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല മരണവംശം എഴുതുമ്പോൾ. ഈ നോവലിൽ ഉപയോഗിച്ചിട്ടുള്ള ആദ്യ ഭാഗങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ സംസാരിക്കുന്നത് ഇപ്പോഴും ഉണ്ടോ? ഉണ്ട്. എൻ്റെ അമ്മ സംസാരിക്കുന്ന കേട്ടാൽ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എൻ്റെ അമ്മ എനിക്കത് കുട്ടിക്കാലം തൊട്ടേ വീട്ടിൽ അമ്മമ്മമാരും അവരൊന്നും ഇല്ല, മരിച്ചുപോയി. അപ്പൊ അവരൊക്കെ നമുക്ക് ബോധതലത്തിൽ പകർന്നു വന്നിട്ടുള്ള ഈ പ്രയോഗങ്ങളുണ്ട്, കഥകളുണ്ട്, തെറിവിളികളുണ്ട്. തെറിവിളികളൊക്കെ ഞാൻ കുട്ടിക്കാലത്ത്, ഞാൻ തെറിയൊന്നും ആരും വിളിച്ചിട്ടില്ല, പക്ഷെ ഈ തെറിവിളികളൊക്കെ കുട്ടിക്കാലം തൊട്ടേ എനിക്ക് മനപ്പാടായിരുന്നു. കാരണം അങ്ങനെയുള്ളൊരു അന്തരീക്ഷം വീട്ടിനും ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരുപയോഗിക്കുന്ന ഭാഷകൾ, പ്രയോഗങ്ങൾ, ഇപ്പൊ എൻ്റെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് ഉപമ പറയുന്ന ഒരു സ്ത്രീയാണ്. ഒരു ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ട് നാടൻ ഉപമകൾ പറയും. അപ്പൊ അതൊക്കെ എനിക്ക് ഈ എഴുതുന്ന വേളയിൽ നമ്മളെ ഉള്ളിൽ അത് വർക്ക് ചെയ്യുമല്ലോ.
അതാണ് അതിൻ്റെ ഒരു പരിപാടി. അല്ല പുതിയ ഇത് തലമുറ ഈ ഭാഷ ഉപയോഗിക്കുന്നുണ്ടോ? പുതിയ ഞാൻ ഉപയോഗിക്കലില്ല. ഞാനിപ്പോൾ പലയിടത്തും ജോലിയുടെ ഭാഗമായിട്ട് പോയതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചും കൂടെ വൃത്തി എന്ന് പറയാൻ പാടില്ല, ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ അവിടെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്തും കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ പിന്നെ കോഴിക്കോടൊക്കെ ജോലി കിട്ടി വരുമ്പോഴൊക്കെ എൻ്റെ സംസാരം കേട്ടിട്ട് ആളുകൾ അന്തിച്ച് നിന്നിട്ടുണ്ട്. അതായത് അവർക്ക് പിടികിട്ടാത്ത വാക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾ, എൻ്റെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവരൊക്കെ ഓടുത്തു എന്നൊക്കെ പറയും. എവിടെയാണെന്ന് പറയുന്നതിൽ അവർ ഓടുത്തു എന്ന് പറയും. അങ്ങനെ വാക്കുകൾ, അതായത് അവർക്ക് അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു ഭാഷയുടെ ഒരു രീതി ഉണ്ടല്ലോ, അത് അവർ പലരും പിന്തുടരുന്നുണ്ട്. പക്ഷേ പോയിക്കൊണ്ടിരിക്കുകയാണത്. അങ്ങനെ ഒരു മാറ്റം, ഒരു സങ്കടകരമായിട്ടുള്ള ഒരു മാറ്റമാണ് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഭാഷ രീതി ഇല്ലാതാവുന്നു എന്ന് പറയുമ്പോഴേ. ഇത് പിന്നെ ഫുട് നോട്ട് കൊടുത്തിട്ടുള്ള വാക്കുകളിൽ ഭൂരിപക്ഷം തുളു ഒറിജിനാണ് അല്ലേ? അല്ലല്ല, തുളുവല്ല, മലയാളം അല്ല. തന്നെയാണ്. ഞാൻ ശരിക്കും ഫുട് നോട്ട് കൊടുക്കരുത് വിചാരിച്ചാ. കാരണം എനിക്ക് ഇപ്പോൾ അജയേട്ടൻ പറഞ്ഞ പോലെ കൊണ്ടാന്ന് പറയുന്നതിന് പകരം എനിക്ക് വേണമെങ്കിൽ ഒരു പാത്രം, ഒരളവ് പാത്രം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉപയോഗിക്കാം. പക്ഷെ ആ കൊണ്ടാന്ന് ഉപയോഗിക്കുമ്പോഴേ ആ കൊണ്ടേരെ കൊണ്ട പാലിളക്കാനും നമ്മൾ കൊണ്ട ഉപയോഗിക്കും. പശുവിന് ഒരു കൊണ്ട പാല് എന്ന് പറയാം. അതേപോലെ ഒരു കൊണ്ട റാക്ക്. ഈ പോഷകാഹാരവും ലഹരിയും ഒരേ കൊണ്ടയല്ല, ആ കൊണ്ടക്കണക്കിനാണ് അളക്കുക. അപ്പൊ അത് ഉപയോഗിക്കുമ്പോൾ കാർഷിക പദാവലിയിലെ നാഴി തുടം. അതെ. അല്ല, അത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന നമുക്കൊരു ഭയങ്കര രസമുണ്ട്. ഓർമ്മകളുടെ ഒരു ഭയങ്കര ഒരു വരവുണ്ടാവും. ഇപ്പൊ എൻ്റെ അമ്മ കറന്നിട്ട് കൊണ്ടപ്പാല്, ഒരു കൊണ്ടപ്പാല് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ വീടിൻ്റെ അപ്പുറത്തുള്ള ഒരു ഏട്ടി ഒരു കൊണ്ടയിൽ റാക്ക് വെച്ചിട്ട് കൊടുക്കുന്നത്, അതൊക്കെ നമ്മളൊരു ഓർമ്മയുണ്ടല്ലോ. സന്തോഷകരവും ആനന്ദകരവുമായിട്ടുള്ള നമ്മളുടെ നാഴി ഉരിയുടെയൊക്കെ അളവ് തന്നെയാണോ ഈ കൊണ്ടാന്ന് പറയുന്നത്? നിങ്ങൾ നാഴിയൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല. എനിക്ക് കൊണ്ടേ അറിയൂ. എന്റെ അടുത്ത് നമ്മള് ഫോട്ടോ പാല് അളക്കുമ്പോ ഉരിപ്പാല് അല്ലെങ്കിൽ നാഴിപ്പാല്, നാഴിയൊരു പാല് കൊണ്ട് നാടായ കല്യാണം, പാലിന് മാത്രമല്ല അരി അളക്കുന്നതും നെല്ലളക്കുന്നതും ഒക്കെ എങ്ങനെയാണല്ലോ. അരി അളക്കാൻ പറ്റില്ല കൊണ്ടുകൊണ്ട്. ഈ കൊണ്ടുകൊണ്ട് പാലും മദ്യവും മാത്രമേ അളക്കാൻ പറ്റൂ. നാഴിക്കുമേൽ പറയാനുള്ളത് ഒരുപറ നെല്ല്. പറയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്, പറയുണ്ട്, അതൊക്കെ ഉണ്ട്. വീട്ടില് നെൽകൃഷിയൊക്കെ ഉണ്ട്. ഇടങ്ങഴിയുണ്ട് വീട്ടില്. പിന്നെ നമ്മൾ ചേർന്നതിന് എന്തായാലും പറയല് മുറം, മറ്റത് നെല്ല് ഇതിടാൻ വേണ്ടിട്ട്. അതിനൊന്ന് പറയുന്നുണ്ട്. നമ്മള് അരി ചേർന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാധനത്തിന് നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട്, മറന്നുപോയി. തടുപ്പ. സാധനം ഞങ്ങൾ കേട്ടിട്ടേ ഇല്ല. തടുപ്പ് എന്ന് പറഞ്ഞാൽ പായയാണ്. അല്ല, തടുപ്പാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയാം. അപ്പൊ വീട്ടില് നെൽകൃഷി ഉണ്ട്, അപ്പൊ ഇങ്ങനത്തെ എല്ലാം സാധനം ഉണ്ട്. നാഴി, ഇടങ്ങഴി ഉണ്ട്. ഇത് കൊണ്ടാന്ന് പറയുന്ന ദ്രവരൂപത്തിലുള്ള അളവ് സാധനം. ഈ ഒരു അനുഷ്ഠാന കലയാണുള്ളത്. എനിക്ക് തോന്നുന്നു ഒത്തിരി കാലം, സഹസ്രാബ്ദങ്ങളുടെ പഴക്കം പൂരക്കളിക്കുണ്ടല്ലോ. ഇപ്പോഴത് അനുഷ്ഠാന കലയായി തന്നെ മലബാറിലത് എനിക്കൊന്ന് ഉത്തര മലബാറിൽ മാത്രമല്ല, കാസർഗോഡും കരിവള്ളൂർ വരെയുള്ള ഇവിടെയുള്ളൂ. കാസർഗോഡ് മീൻസ് കാഞ്ഞങ്ങാട് തൊട്ട് എൻ്റെ നാട് അപ്പുറത്തോട്ട് ചിത്താരി തൊട്ടിട്ട് കരിവള്ളൂർ വരെയാണ് ഈ പൂരക്കളി ഉള്ളത്. ഇത് ശരിക്കും വെച്ചാൽ പണ്ട് ഈ സംസ്കൃത ചിത്തരായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ, സവർണരായിട്ടുള്ള ആൾക്കാർ, അവരുടെ പാണ്ഡിത്യം മറ്റു വേദങ്ങളൊക്കെ വായിക്കുന്നതോടെ ഈ പണിക്കർമാർ, ഈ അവർണ വിഭാഗത്തിൽപ്പെട്ട മണിയാണി, ഈഴവ, വാണിയ, അങ്ങനെ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അറിവ് സമ്പാദിച്ച് ആളുകൾക്ക് മുന്നിൽ കാണിക്കുന്ന ഹലോ, കേൾക്കുന്നില്ലേ? ആളുകൾക്ക് മുന്നിൽ കാണിക്കുന്ന ഒരു സാധനമാണ് ഈ പൂരക്കളിക്ക് മുമ്പായിട്ടുള്ള മറത്ത് കളി. അത് ഭയങ്കര രസമാണ്. കാരണം മലയാള കവിതകൾ വരും, സംസ്കൃത കാവ്യങ്ങൾ വരും, വേദങ്ങൾ വരും, ഉപനിഷത്തുകൾ വരും. അത് ഭയങ്കര ഒരു രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ അത് പിറ്റേ ദിവസം രാവിലെയാണ് തീരുക, പിറ്റേ ദിവസം പുലർച്ചയ്ക്ക്. യോഗി, നാടകം, അതിൻ്റെ ഇടയിലാണ് ഈ പൂരക്കളി വരുന്നത്. അത് ശരിക്ക് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അതിപ്പോഴും ഉണ്ട്. 2 പണിക്കർമാരുണ്ടാവും, അവർ തമ്മിൽ മറത്ത് കളി. അതിനുശേഷം 2 അമ്പലങ്ങളിലെ അല്ലെങ്കിൽ താനങ്ങളിലെ ആൾക്കാർ വന്നിട്ട് പൂരക്കളി കളിക്കും. കുറേ കൊല്ലങ്ങളായിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിന്റെ ശബ്ദലേഖനങ്ങൾ റേഡിയോയിലുണ്ട്. അതെ, ഞാനൊരു 9ാം ക്ലാസ് വരെ പൂരക്കളി കളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് നമുക്ക് ഈ 1ാം തരം മുതൽ ഒറ്റ രാമായണം, ഇരട്ട രാമായണം വരെയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ പ്രോസസ്സ്. അപ്പൊ ഇതൊക്കെ കളിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ ഉള്ളിലുണ്ട് ഇത്. അതാണ് ഈ എഴുതുമ്പോൾ അതിൻ്റെ ഒരു സംഭവം വരും.
സ്വാഭാവികമായിട്ടും വരും. അതെ. അടുത്ത നോവലും ഉണ്ടാവും അല്ലേ? അടുത്ത നോവൽ ഇപ്പോൾ ദേശാവാനിയിൽ വരുന്നുണ്ട്. അതെ. അതൊരു കടൽ പശ്ചാത്തലത്തിലുള്ള ഒരു നോവലാണ്. കടലുമായി ബന്ധപ്പെട്ട് നമുക്ക് കടലുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്. ഉപ്പള കുമ്പള ഭാഗത്തൊക്കെ പണ്ട് ഈ തുർക്കികളൊക്കെ ഈ അക്ബർ ടിപ്പു സുൽത്താൻ ഈ മറ്റേ ടിപ്പു സുൽത്താൻ്റെ അച്ഛൻ ഹൈദരാലി തുർക്കികളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അംഗരക്ഷകരായിട്ട്. അപ്പോൾ അവർ പിന്നെ ടിപ്പു സുൽത്താൻ കൊല്ലപ്പെട്ട ശേഷം ഈ കാസർഗോഡൊക്കെ വന്നിട്ടാണ് താമസിച്ചത്. ശബ്ദത്തിനൊരു ചെറിയ പ്രശ്നമുണ്ടല്ലേ? കേൾക്കുന്നില്ലേ? നെറ്റിന്റെ പ്രശ്നമായിരിക്കും. ഇപ്പൊ കുഴപ്പമില്ല. അത് ഈ തുർക്കിയിൽ നിന്ന് വന്ന കാസർഗോഡുകാരുടെ ഒരു കഥയും അങ്ങനെയൊക്കെ പോകുന്ന ഒരു പരിപാടിയാണ്. ഇവിടെ PR സഞ്ജയ് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ചോദ്യം ചോദിക്കാൻ നേരത്തെ ഹാൻഡ് റൈസിംഗ് ബട്ടൺ പ്രസ് ചെയ്തിരുന്നു. സഞ്ജയ് ഒരു റിക്വസ്റ്റ് അയക്കാമോ? നോവല് വായിച്ചിട്ടുള്ള ആൾക്കാർ ദയവായി മുന്നോട്ട് വന്ന് ചർച്ചയിൽ പങ്കെടുക്കണം. ശ്രീ സഞ്ജയ്. മൈക്ക് മ്യൂട്ട് ആണ് കേട്ടോ, അൺമ്യൂട്ട് ചെയ്യണം. PR സഞ്ജയ് മുംബൈയിൽ നിന്ന്. ഒരു എഴുത്തുകാരനാണ്, കവിയാണ് അദ്ദേഹം. മാധ്യമ പ്രവർത്തകനാണ്. സഞ്ജയ് മൈക്ക് മ്യൂട്ട് ആണ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. സഞ്ജയുടെ മൈക്ക് ഇപ്പോഴും ഓഫാണ്. അതെ, ഈ ലെഫ്റ്റ് സൈഡിലെ മൈക്കിന്റെ ഐക്കൺ താഴെയുണ്ട്, അതൊന്ന് പ്രസ് ചെയ്ത് അൺമ്യൂട്ട് ചെയ്യണം. സഞ്ജയുടെ മൈക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് ചർച്ച കണ്ടിന്യൂ ചെയ്യാം. സഞ്ജയ് പറയുന്നത് മൈക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. താഴെ ലെഫ്റ്റ് സൈഡിലെ മൈക്ക് ഓൺ എന്നുള്ളത് ടച്ച് ചെയ്താൽ എനിക്ക് എനിക്ക് ഇതില് 2 സുഹൃത്തുക്കളാണ്. ഒന്ന് സജയ് എന്താ പറയാ, ബോംബെയിൽ വന്ന് ഉള്ള പരിചയമുണ്ട്. വല്ലപ്പോഴൊക്കെ സന്ദേശങ്ങൾ അയച്ചുള്ള പരിചയമുണ്ട്. സജയിനെ വളരെ ക്ലോസ് ആയിട്ട് ട്രാക്ക് ചെയ്യുന്ന ഒരാളൂടെയാണ്. പക്ഷെ രണ്ടാമത്തെ സുഹൃത്ത് ഷാജികുമാറാണ്. കാരണം എനിക്കിത് ഭയങ്കര ആവേശത്തോടെ കേൾക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇന്ന് വീക്കെൻഡ് ഡ്യൂട്ടി ഉള്ളത് കൊണ്ട് എനിക്ക് ആ ചർച്ചയുടെ തുടക്കം കേൾക്കാൻ പറ്റി. പിന്നെ പെട്ടെന്നൊരു കോൾ കണക്ട് ചെയ്യേണ്ടി വന്നു. പ്രത്യേകിച്ച് വെസ്റ്റ് ഏഷ്യയിൽ ഇങ്ങനെ ഈ നടക്കുന്നതുകൊണ്ട് പറ്റിയില്ല. പക്ഷെ ഒരു രസകരമായ ഒരു അനുഭവം പറയട്ടെ. അത് അതിനൊരു ചെറിയ പൊങ്ങച്ചത്തിന്റെ ചുവയുണ്ടാവും എങ്കിലും അത് ഈ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വളരെ സാധാരണ കാർഷിക കുടുംബത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് കറ്റ പിടിക്കാൻ പോകുന്ന സമയത്താണ് മാർക്കേസിനെ വായിച്ചിരിക്കുന്നത്. അങ്ങനെ ഓരോ വായനയ്ക്കും ഓരോ തലങ്ങളുണ്ട്. പക്ഷെ ഷാജികുമാർ ഇത്ര അടുത്ത്, അതായത് ഒരു കലിങ്കിലിരിക്കുന്ന സുഹൃത്തിനെ പോലെ, ലുങ്കിയെ കൊടുത്ത് ഇങ്ങനെ കലിങ്കിലിരിക്കുന്ന സുഹൃത്തിനെ പോലെ ഫീൽ ചെയ്യാൻ ഒരു കാരണം, ഞാൻ മരണവംശം എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഒരു തുർക്കിയിലേക്കുള്ള യാത്ര ഒരുപക്ഷെ അസാധ്യമായെങ്കിലോ എന്ന് കരുതി ധൃതിപ്പെട്ട് ഈ അടുത്ത കാലത്ത് തുർക്കിയിലേക്ക് പോയിരുന്നു. കാരണം യൂറോപ്പും ഏഷ്യയും തമ്മിൽ ഇങ്ങനെ പിണഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രദേശമായതുകൊണ്ടും അതിന്റെ ചരിത്രമൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിരുന്നു. അപ്പൊ അത് ഇനി എങ്ങാനും അതൊക്കെ നഷ്ടമായെങ്കിലോ എന്ന് കരുതി പോകുന്ന സമയത്ത് പ്ലെയിനിൽ ഇരുന്നിട്ടാണ് ഈ പുസ്തകം എന്റെ സുഹൃത്ത് എനിക്ക് തരുന്നത്. എന്റെ കൂടെ സഞ്ചരിക്കുന്ന സുഹൃത്ത് എന്റെ ഇഷ്ടം അറിഞ്ഞ് എനിക്കൊരു വാങ്ങിച്ചു കൊണ്ടുതരായിരുന്നു. ആ വിവിധ ഭൂപ്രദേശങ്ങളിലൂടെ ഭ്രാന്തമായ കാലങ്ങൾ കൊണ്ട് കാത്തിരുന്ന് കാണാൻ ഉദ്ദേശിച്ച ലോകത്തിനെയും അതേസമയം മരണവംശവും ചേർന്ന് വായിച്ച് കപ്പഡോക്കിയ എന്ന സ്ഥലമുണ്ട് തുർക്കിയിൽ. അത് ഈ മൺപുറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയ മനോഹരമായ സ്ഥലമാണ്. അങ്ങനെ തീർത്തും വ്യത്യസ്തമായ ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് പല സ്ഥലങ്ങൾ, യുദ്ധസ്മാരകങ്ങളില്, യുദ്ധസ്മൃതികളില് ഒക്കെ ഇരുന്നു കൊണ്ടാണ് ഞാൻ ഈ മരണവംശം വായിക്കുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും ഉജ്ജ്വലമായ ഒരു തീ പൊള്ളുന്ന അനുഭവം. അതില് ഞാൻ ആ വായനയുടെ അതുകൊണ്ട് ഞാൻ പൊങ്ങച്ചെന്ന് പറയാൻ കാരണം ആ സ്ഥലി ഉണ്ടല്ലോ, ഞാൻ വായിച്ച സ്ഥലങ്ങളുടെ ഇതുകൂടെ, അതുകൊണ്ട് ഞാൻ അത് പ്രത്യേകിച്ച് സജയ് കൂടെ പറയുമ്പോൾ കേൾക്കണമെന്ന് ഓടി വന്നതാണ്, കഴിഞ്ഞില്ല. അതുകൊണ്ട് അതാണ് ഞാൻ പൊങ്ങച്ചെന്ന് പറയാൻ കാരണം. ഷാജികുമാർ, നിങ്ങൾ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾ ഭയങ്കര കുറെ കാലം കൂടെ പൂരക്കളി എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നു. അത്രയേറെ ഒരു സുഹൃത്തിനെ പോലെ ഫീൽ ചെയ്ത എഴുത്താണ് അത്. നേരത്തെ ഞാൻ തുടക്കത്തില് രതിയും പകയും എന്നുള്ള ക്ലീഷേ എന്ന് പറഞ്ഞത് അവിടുന്ന് എനിക്ക് ഡിസ്കണക്ട് ആയി പോയത്. എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഞാൻ ഇതിന്റെ ശബ്ദലേഖനം എന്തായാലും കേട്ടിട്ട് കേൾക്കുക തന്നെ ചെയ്യും. കാരണം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരു നിരൂപകൻ കൂടെയാണ് സജയ് ചേട്ടൻ. അതുകൊണ്ട് അതുകൂടി കേൾക്കാം.
പിന്നെ ഇപ്പൊ അത് പിന്നെ ആ, ഏഹ്, ഈ പുതിയ നോവല് ദേശാഭിമാനിയിൽ ഞാൻ വരുന്ന അറിഞ്ഞില്ല ആക്ച്വലി. അത് തുടർന്ന് വായിക്കുകയും ചെയ്യും. സിനിമയാവും പോകുന്നെന്ന് അറിയുമ്പോൾ വല്ലാത്തൊരു പിന്നെ ഒരു ഇത് എന്താ പറയാ ഇത് എങ്ങനെ ഇത് ആവാഹിക്കും എന്നൊരു ഭയങ്കര സംശയമുണ്ട്. അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കും കൂടി ചെയ്യാണ്. അതിനു മുമ്പ് എന്റെ സുഹൃത്തുക്കൾക്ക് മുഴുവൻ വായിച്ച് കൊടുത്തു കഴിഞ്ഞു. ആക്ച്വലി 2 സുഹൃത്തുക്കൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തുള്ളൂ. വേഗം വായിക്കണം, സിനിമയ്ക്ക് മുമ്പ് വായിക്കണം എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു സുഹൃത്തിനകത്ത് കൈമാറിയതേ ഉള്ളൂ, പുസ്തകം കൈമാറിയതേ ഉള്ളൂ. ഒരു അനുഭവമാണ്. സോറി. സഞ്ജയ് അല്ല സഞ്ജയ്, പുസ്തകത്തിനെ പറ്റി കൂടി ഒന്ന് പറയാമോ? വായിച്ച അനുഭവത്തിൽ നിന്ന്. അയ്യോ, ഞാൻ അതാണ് പറയുക. അടുത്ത കാലത്ത് ഒറ്റ ഇരിപ്പിന് ആ വായനയുടെ ഈ ഞാൻ പറഞ്ഞ ഒരു വലിയ കുറച്ച് പൈസയൊക്കെ ചെലവാക്കി ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി, അതും പ്രത്യേകിച്ച് ഡിഫറെന്റ് ആയ ഒരു ഭൂപ്രദേശത്ത് പോകുമ്പോഴും എന്നെ അതിന്ന് വേറൊരു ഭൂപ്രദേശത്തിലേക്ക് പിടിച്ചിരുത്തി. നമ്മൾ പറയും ഞങ്ങൾ പാലക്കാട്ടുകാര് ചൂട് എന്ന് പറയും, ചൂര് എന്നാ പറയാം മനത്തിന്. ആ ഭയങ്കരമായി ചൂര്, ഇപ്പൊ നമ്മള് പിന്നെ ഇപ്പൊ ഒരു ചാരായം കുടിച്ചാൽ അടുത്ത് നിൽക്കുമ്പോൾ ഒരു ചൂര് വരും. അത്തരം ചൂര് ഖസാക്കിന് അങ്ങനത്തെ ഒരു ചൂരുണ്ട്. അങ്ങനത്തെ ഒരു ചൂര് തന്ന ഒരു സ്ഥലമാണ് പിന്നെ ഈ മരണവംശം. അതില് എനിക്ക് ഇപ്പോ പ്രത്യേകിച്ച് ഞാൻ തുടക്കത്തില് പിന്നെ സജയ് സാർ സംസാരിച്ചെന്നുള്ള ഒറ്റ അർത്ഥത്തിൽ എനിക്ക് പറയാൻ ഒരല്പം ഒരു പിടിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വളരെ മനോഹരമായിട്ട് ആ ചൂര് നമ്മൾ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്ന അല്ലെങ്കിൽ ഒരു മുത്തശ്ശന്റെ പിന്നെ കമ്പിളിയില് പിന്നെ എന്താ പറയുക പഴകിയ കമ്പിളിയില് അകത്ത് കിടക്കുന്ന ഒരു പേരക്കുഞ്ഞിനെ പോലെ നമ്മൾ അത്ര ഫീലാണ്. പിന്നെ പാടത്തു നിന്നും തവളയുടെ ശബ്ദം കേൾക്കുന്നു, പിന്നെ ചതഞ്ഞരഞ്ഞ പുല്ലുകള്. ഇതൊക്കെ എന്റെ പിക്ചർ, എന്റെ പ്രതലത്തിലേക്ക് ഞാൻ കണ്ണൂരായിട്ട് ഞാൻ എന്റെ പിന്നെ ഉത്സവങ്ങൾ പഠിച്ച അല്ലെങ്കിൽ കാണാനും തെയ്യത്തിന്റെയും പൂരക്കളിയുടെയൊക്കെ വിദ്യാർത്ഥിയായിട്ട് വന്ന് കണ്ട ചരിത്രമേ ഉള്ളൂ. പക്ഷെ അതിന് പൂർണ്ണമായും പാലക്കാട്ടിലേക്ക് പറിച്ചു നിന്നിട്ട് പൂതാളി മലയിലേക്ക് കുമ്മാള മലയിലേക്കും ഒക്കെ കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയേറെ മനോഹരം. അതിന് ആ ചൂര് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ ചൂര് നമ്മൾ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് ഞാൻ സുഹൃത്ത് എന്ന് പറയാൻ കാരണം ചുമ്മാ അദ്ദേഹത്തിന് അനുവാദമൊന്നും കൂടാതെ നമ്മളൊരു സെലിബ്രിറ്റിന്റെ അടുത്ത് പോയിട്ട് പടർത്ത ശേഷം എന്റെ ഒപ്പം ആ സെലിബ്രിറ്റി എന്ന് പറയുന്ന മട്ടിൽ ഒരു അധികാരം എടുത്ത് പറയായിരുന്നു. കാരണം അതാണ് വായനക്കാരൻ. ഞാൻ ശരിക്കും എന്നെ ചേർത്ത് പിടിച്ചു, ആ എഴുത്തുകാരനൊപ്പം ചേർത്ത് പിടിക്കുന്ന ഒരു എഴുത്താണത്. എന്താ പറയുക, വല്ലാത്ത ചൂര് അനുഭവിക്കുന്ന, നമ്മൾ പറയില്ല നന്നായി കുളിച്ചു വരുമ്പോൾ ഒരു മണം ഉണ്ടാവും. അതിന് ചൂരെന്ന് പറയില്ല, പ്രത്യേകിച്ച് പിന്നെ മദ്യപാനികളിൽ നിന്നും ആ മണം നമുക്ക് കേൾക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ ചെമ്പകത്തിന്റെ പിന്നെ മണം, ഇങ്ങനെ കൈത. എന്റെ അമ്മ പിന്നെ അലുമാറയില് വസ്ത്രങ്ങൾക്കിടയിൽ തേച്ചു വെച്ച വസ്ത്രങ്ങൾക്കിടയിൽ വെച്ച കൈതപ്പൂവിന്റെ മണം പോലെ. അത്ര രസമാണ് അത്. വായിച്ചിട്ടില്ലെങ്കിൽ, ഇതിൽ ആരെങ്കിലും വായിച്ചിട്ടില്ലെങ്കിൽ, ഞാനിപ്പോ അത് പിന്നെ വാശിക്കും വൈരാഗ്യത്തെയും ആളുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇത് ഇന്നലെ കൈമാറിയതിൽ ഒരാൾക്കൂടെ സിനിമയാവും, ഉടനാവും, അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു തീർക്കണം എന്ന് പറഞ്ഞ് ധൃതിയിൽ അവർ വായിച്ചു തുടങ്ങിയെന്ന് രാവിലെ പറയുകയും ചെയ്തു. അപ്പൊ ഇന്ന് ഏറെ താല്പര്യത്തോടെ വന്നാണ്, എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. ഒരല്പം വികാരാവശ്യത്തോടെ സംസാരിച്ചു, ക്ഷമിക്കണം. സഞ്ജയ്, 1-2 കാര്യം കൂടി സഞ്ജയിന്റെ അടുത്തുനിന്ന് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് പാത്ര സൃഷ്ടി, അതിലെ പിന്നെ ആ ഒരു ആഖ്യാന ശൈലി, ഈ 2 കാര്യങ്ങളും കൂടി ഈ നോവലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോകാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ തെയ്യത്തിന്റെ ഒരു ചടുല താളമുണ്ട്. ഈ ചടുല താളത്തിന് അതിനൊരു നിയതമായ രൂപമൊന്നുമില്ല. അതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പെയിന്റിൽ, ഒരു ബ്രഷിൽ നമ്മളൊന്ന് വരച്ചുകൊണ്ട് അവസാനമാകുമ്പോൾ കുറെ പിന്നെ കണികകളായി മാറും. അതിന് ആ ഒരു പൂർണ്ണത കിട്ടില്ല. പക്ഷെ അത് ഭയങ്കര ഭംഗിയാണ്. അപ്പൊ പാത്ര സൃഷ്ടിയിൽ എനിക്ക് തോന്നിയത് ബോധപൂർവമൊന്നുമല്ല, അത് പിന്നെ എഴുത്തുകാരനിൽ ആ പ്രതലം അല്ലെങ്കിൽ ആ ദേശം പിന്നെ ഉണർത്തിവിടുന്ന ചില പിന്നെ എന്താ പറയാ എന്താ പറയാ കാമനകളുണ്ട്. അതിങ്ങനെ പാതിയായിട്ട് നിൽക്കുന്നു. ഞാൻ എന്നെ വളരെ എന്റെ വായന കണ്ട പിന്നെ സുഹൃത്ത്, അയാൾ അദ്ദേഹം വായിച്ചിട്ടില്ല, അദ്ദേഹം എന്റെ സുഹൃത്താണ്. അതുകൊണ്ട് എനിക്ക് എന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് വാങ്ങിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ആദ്യം അയാൾ വിമാനം തിരിച്ച് ബോംബെയിലെ ലാസ്റ്റ് പേജ് വിമാനത്തിൽ ഇറങ്ങിയ ശേഷം ആൾ അത് വായിക്കാൻ, കാരണം എന്നെ അത്രമേൽ ആ പാത്ര സൃഷ്ടി അല്ലെങ്കിൽ അതിന്റെ ആ ഭൂമിക സ്ഥലവും ആളും സംഭവങ്ങളും ചരിത്രവും ഫിക്ഷനും ഇങ്ങനെ നമ്മളെ ഒരു ആ സിനിമ എന്താ പറയാ ഒരു ഇന്റർസെപ്റ്റ് പേര് ഒരു സിനിമ എടുത്ത ആളുണ്ടല്ലോ, സ്മൃതിയും റിയാലിറ്റിയും ഒക്കെ പിണഞ്ഞെടുക്കുന്ന സംതിങ് ആണ് പേര്, പെട്ടെന്ന് പേര് കിട്ടുന്നില്ല. ക്രിസ്റ്റഫർ നോളന്റെ അതുപോലെ രസമായിരുന്നു ആ സിനിമ, ആ നോവൽ. അതുകൊണ്ട് എനിക്ക് ആ പാത്ര സൃഷ്ടിക്ക് എനിക്ക് അതാണ് പറയാൻ വരുന്നത്. ഒരു തെയ്യത്തിന്റെ ഭ്രമാത്മകമായ ചുവടുകൾ പോലെ, എന്നിട്ട് പെട്ടെന്ന് അപൂർണതയിലേക്ക് മാറുക. അല്ലെങ്കിൽ ഒരു ബ്രഷ് വരച്ചു വെക്കുമ്പോൾ അവസാനിക്കുന്ന ശൂന്യത, അല്ലെങ്കിൽ അവിടെ
കുറെ ഗ്യാപ്പുകളോടെ കാണും. അല്ലെ അതിന് ഭയങ്കര പൂർണ്ണത അങ്ങനെയല്ല. അതാണ് അതിന്റെ ബ്യൂട്ടിയും. അത്ര രസമായിട്ട് ആ ഓർപ്പ് ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വായിച്ച അതിലേക്ക് എനിക്ക് പോകാൻ പറ്റുന്നു. അത്തരം ആ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റുന്നു. വളരെ മനോഹരമായിരുന്നു. ഞാൻ ബോധപൂർവം രതിയെയും പകയെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ബാക്കി ഞാൻ കേട്ടില്ലെങ്കിൽ പോലും വളരെ പിന്നെ രസം. എനിക്ക് ഇതൊരു വലിയൊരു ചാലഞ്ചായി തോന്നും എഴുത്തുകാരന്. കാരണം ഇനി ഇതേപോലെ ഇതിന്ന് വിഭിന്നമായിട്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് എഴുതാൻ കഴിയുക? അത് വലിയൊരു ചാലഞ്ച് ആവും. പ്രത്യേകിച്ച് ഇപ്പോൾ അടുത്ത നോവൽ അഭിമാനിയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് വായിച്ചു നോക്കാനും ശ്രമിക്കും. കാരണം ഇതൊരു വലിയ ചാലഞ്ചാണ്. കാരണം അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയ ഒരു ഭൂമിക അവിടെ പിന്നെ മിഴുവാർന്നങ്ങൾ നിൽക്കുകയാണ്. ഇനി ഇതിന് മുകളിൽ ഒന്ന് വയ്ക്കട എന്ന് മട്ടിൽ എങ്ങനെ വയ്ക്കും അദ്ദേഹം? അത്ര മനോഹരമാണ്. കാരണം കഥാപാത്രങ്ങളൊക്കെ നമ്മൾ വല്ലാതെ നേരത്തെ പറഞ്ഞ ചൂരൊക്കെ അനുഭവിക്കുന്ന രീതിയിലേക്ക് വായനക്കാരനെ കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് ഗ്രിപ്പിംഗ് ആണ് ആ എഴുത്തിന്റെ ശൈലി. പിന്നെ ഒട്ടും പിന്നെ നമുക്ക് കുറെ നോവലുകൾ വായിച്ചപ്പോൾ ദാക്ഷായണിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ദാക്ഷായണിയുടെ ഒരു പിന്നെ ഒരു പുളിരസം നമുക്കറിയാം. അത് അങ്ങനെ കുറെ സംഗതികൾ വായിച്ചിട്ട് പിന്നെ ആക്ച്വലി KV സജയ് പറഞ്ഞാൽ ശരി, ഒരു ദേശം നമുക്ക് അന്യമേ അല്ല. ദേശങ്ങൾ ഒരുപാട് ഞാൻ തസ്രാക്കില് നിരവധി തവണ ഞാൻ നല്ല ഒന്നാം തരം പിന്നെ പാലക്കാട്ടുകാരനാണ്. പനങ്കുലകള് പിന്നെ ദേശാൻകുട്ടി പാമ്പുകളൊക്കെ എന്റെ ഉള്ളില് പിന്നെ ഇങ്ങനെ ഉന്മത്തമായി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അത്തരം എന്നിലേക്ക് അത് വരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അത് ഒഴുക്കുള്ള ഭയങ്കര നൈസർഗികമായിട്ട് ഒരു കൃത്രിമ ചുവയില്ലാതെ ഷാജികുമാർ എന്ന എഴുത്തുകാരൻ ഇങ്ങനെ നമ്മളിവിടെ ഒഴുകി വരുന്നത്. ഞാൻ അതാണ് പറഞ്ഞത്. അത് കഴിയുമ്പോൾ വെൻ ഹി ഫിനിഷ് ആ നാടകം ആ നോവൽ അത് കഴിയുമ്പോൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നിൽ എങ്ങനെ ഒരു ചൂര്, നമ്മള് പനിക്ക് ഒരു ചൂട് വരില്ലേ, ആ മട്ടിൽ ഒരു ചൂടും ഒക്കെ വന്നൊരു സംഗതി ഫീൽ ചെയ്തു എന്ന് പറയാതെ വയ്യ. എനിക്കറിയാം എന്തൊക്കെ ഞാൻ പറയുന്നത് എഴുത്തുകാരന്റെയും പിന്നെ വളരെ പ്രശസ്തനായ നിരൂപന്റെ മുമ്പിലാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനൊരു വായനക്കാരനാണ്. ശ്രീ ഷാജികുമാർ, എത്ര ഒരു സുഹൃത്ത് കഥ പറഞ്ഞതിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. എത്ര കാലം എടുത്തു ഇത് എഴുതി തീർക്കാനായിട്ട്? സഞ്ജയ്, വളരെയധികം നന്ദി. നമ്മൾ സുഹൃത്തുക്കളായി കഴിഞ്ഞു. താങ്ക് യു. പിന്നെ സിനിമ വളരെ കുറച്ച് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, അതിന് കുറച്ച് താമസം പിടിക്കും. അപ്പം അതുകൊണ്ട് പതിയെ വായിച്ചാൽ മതി, ധൃതി പിടിച്ച് വായിക്കണ്ട എന്ന് സുഹൃത്തുക്കളോട് പറയണം. പിന്നെ കേൾക്കുന്നുണ്ടോ? റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്, അതാണ്. ഇല്ല കേൾക്കുന്നുണ്ട്. ഇത് 6 വർഷം എടുത്തു ഈ നോവല്. അതിന്റെ 13ാം ഡ്രാഫ്റ്റിലാണ്. ആദ്യത്തെ ഒരു 600-ലധികം പേജ് ഉണ്ടായിരുന്നു. അത് പിന്നെ തിരുത്തിയും വെട്ടിയും 13ാമത്തെ ഡ്രാഫ്റ്റിലാണ് ഇപ്പോഴത്തെ ഈ പറയുന്ന കോലത്തിലായത്. ഒരു 6 വർഷത്തെ ഒരു പണിയുണ്ട്. അതങ്ങനെ കണ്ടിന്യൂ ആയിട്ടിരുന്നില്ല. നമ്മളെ പണിയുണ്ട്, പ്രാരാബ്ദമുണ്ട്, വേറെ പണിയുണ്ട്. അതിന്റെ ഇടയിലൊക്കെ ആണ് എഴുത്ത് മുന്നോട്ട് പോയത്. പിന്നെ വേറെ കുറെ കുരുത്തക്കേട് ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ. ഇപ്പം ദേശാഭിമാനിയിൽ വരുന്ന തിറം ഇതേപോലെ തന്നെ ദീർഘമായിട്ടുള്ള നോവലാണോ? ആ, ദീർഘമായ നോവലാണ് അത് എനിക്ക് വലിയ ആഖ്യായികയോട് കുറച്ച് ഇഷ്ടമുണ്ട്. പണിയാണ്, പക്ഷെ അത് രസമാണ്. ഇങ്ങനെ കുറെ ക്യാരക്ടർ, കുറെ കഥകൾ. അപ്പൊ നമുക്ക് നല്ല പ്രാന്തും മൂക്കും. അപ്പൊ പ്രാന്ത് നല്ലതല്ലേ. നമ്മളപ്പോ ഈ ലോകത്ത് കുറച്ചും കൂടെ സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ കുറച്ച് വട്ട് വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അരവട്ടന്മാരല്ല സാർ, മുഴുവട്ടമല്ല. അതുകൊണ്ടാണ് മുഴുവട്ടുള്ളവർക്ക് നല്ല സുഖ മുന്നോട്ട് പോകാൻ പറ്റും. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കഥാപാത്രങ്ങള് കുഞ്ഞന്മാരും അങ്ങനെ 1-2 കഥാപാത്രങ്ങളേ ഉള്ളൂ അല്ലേ? അല്ല, ഈ കുഞ്ഞന്മാറിന് ഞാൻ ഒരു 4ാമത്തെ നിറത്തില് അൽഷിമേഴ്സ് വന്നിട്ട് ഒരു മറവി രോഗം വന്നിട്ട് ഞാൻ വിചാരിച്ചു കുഞ്ഞന്മാറിനെ കൊല്ലാം എന്ന് വിചാരിച്ചാണ്. കൊല്ലാന്നല്ല, മീൻസ് മരണത്തിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ച. പക്ഷെ കുഞ്ഞന്മാർ എന്നെ അതിന് വിട്ടില്ല. അവര് എന്നെയും കൂട്ടിയിട്ട് അവസാന അധ്യായം വരെ വന്നു. അതാണ് എൻ്റെ ആ കഥാപാത്രം അങ്ങനെ കയറി വരികയായിരുന്നു. അതങ്ങനെ എഴുത്തിന്റെ ഒരു പരിപാടി എങ്ങനെയാണ് തോന്നുന്നത്. നമ്മളെ കുതറി മാറ്റിക്കൊണ്ട് കഥാപാത്രങ്ങൾ മുന്നോട്ട് പോകും. ചിലപ്പോൾ നേരത്തെ അവർ കളം വിട്ടൊഴിയും. അപ്പോൾ ഈ കഥാപാത്രങ്ങൾ ഞാനൊരു പൂർവ്വനിശ്ചയമായിട്ട് നമ്മൾ വരച്ചിട്ടൊന്നും ഉണ്ടാക്കിയിരുന്നില്ല. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോൾ ഓരോ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങോട്ട് വരും. പല കഥാസന്ദർഭങ്ങൾ വരും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കാത്ത തലത്തിലേക്ക് കഥ മാറിപ്പോവും. അങ്ങനെ പലതരത്തിലുള്ള ഒരു സ്പോണ്ടേനിയസ് ആണ് എഴുത്ത്. എനിക്ക് തോന്നുന്നു എഴുതുമ്പോൾ നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നാൽ ആഖ്യായിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല കഥാസന്ദർഭങ്ങള് അതിന്റെ പശ്ചാത്തലമൊക്കെ വളരെ എന്താ പറയാ
നമ്മൾ ചിത്രം രചിക്കുന്നത് പോലെ തന്നെയാണ്. നമുക്കത് സ്പർശിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. പുല്ലുവട്ടിയില് പിന്നെ അവള് കത്തുകള് കൊണ്ട് നടക്കുന്നു. അത് ആ പുല്ലുവട്ടി എങ്ങനെയാണ് അതിനെ വിശദീകരിച്ചിരിക്കുന്നത്? അങ്ങനെ ഓരോ കാര്യങ്ങളും ആ, അത് കാടാണെങ്കിലും ആ, മഴയാണെങ്കിലും. ആ, അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് വെച്ചാല് എനിക്ക് ഭയങ്കര സ്വപ്നങ്ങൾ കാണാൻ ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും എന്തെങ്കിലും സങ്കല്പിക്കാൻ ഇഷ്ടമാണ്. സ്വയം വർത്താനം പറയുന്ന ഒരാളാണ് ഞാൻ. എന്നോട് തന്നെ എൻ്റെ സങ്കടങ്ങൾ, ഞാൻ അനുഭവിച്ച ആത്മനിന്ദകൾ, അപമാനങ്ങൾ അല്ലെങ്കിൽ നിരാശകളൊക്കെ എന്നോട് തന്നെ പറഞ്ഞ് ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിക്കുന്ന ഒരാളാണ് പണ്ടേ കുട്ടിക്കാലം തൊട്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ നമുക്ക് എഴുതുമ്പോൾ അതിൻ്റെ ഒരു കളി ഉണ്ടല്ലോ, ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യത്തിനും അയാഥാർത്ഥ്യത്തിനും ഇടയിൽ നമുക്ക് അതിങ്ങനെ പെരങ്ങുക എന്ന് പറയും. പെരങ്ങാൻ പറ്റും കാസർഗോഡ് ഭാഷയിൽ പറഞ്ഞാൽ. അല്ലെങ്കിൽ പെരങ്ങുക ഇവിടെ പറയാം, നിങ്ങൾ പറയാറുണ്ടോ അറിയില്ല. അങ്ങനെ പെരങ്ങി കളിക്കാൻ ധൈര്യം പകർന്ന് അത്തരത്തിലുള്ള ഒരു ലോകത്തിലൂടെ ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ആ പുല്ലങ്കോട്ടയിൽ പോയ ഒരു കുട്ടി എൻ്റെ നാട്ടിലുണ്ടായിരുന്നു, കാരിച്ചമ്മ എന്ന് പറഞ്ഞിട്ട്. ഒരു ഇടതുപക്ഷത്തിനൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിന്നൊരു സ്ത്രീയായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ അവർ പുല്ലങ്കോട്ടയിൽ AKG ഒക്കെ കൊടുക്കുന്ന മറ്റേ AKG നമ്മളെ അവിടുത്തെ NG കമ്പത്തൊക്കെ കൊടുക്കുന്ന കത്ത് പാർട്ടി പ്രവർത്തകർക്ക് പുല്ലെറിഞ്ഞിട്ട് ഈ കൊട്ടയിൽ കൊണ്ടുപോയ സ്ത്രീയായിരുന്നു. ആ ക്യാരക്ടറാണ് ഇതിലേക്ക് കടന്നു വരികയും പിന്നെ ആ ക്യാരക്ടർ വേറെ ഡയമെൻഷൻ അത് എഴുതുമ്പോൾ അവർ വന്നതാ, കാരിച്ചമ്മ വന്നതാണ്. അങ്ങനെയാണ് ആ ക്യാരക്ടർ ഉണ്ടാവുന്നത്. മനുഷ്യബന്ധങ്ങളുടെ ഒരു വല്ലാത്ത അത് വളരെ സൂക്ഷ്മമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ആ, താങ്ക് യു. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഇമോഷണൽ വികാര ജീവിയാണ്, ഉമ്മർ പറയുന്നത്. എനിക്ക് ഇമോഷൻ എഴുതാൻ എനിക്ക് ഇഷ്ടമാണെന്ന് വെച്ചാൽ നമ്മളെ ഈ ലോകത്ത് ഇമോഷൻ ഉണ്ടായതുകൊണ്ടാണല്ലോ നമുക്ക് മൂവ്മെന്റ് ഇമോഷൻ ഉണ്ടാവുന്നത്. അല്ല, സജയ് പറഞ്ഞു ഈ ദേശത്തെയും അനുഭവങ്ങളെയും ആഖ്യാനത്തിനുള്ള ഉപാധിയായി മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ 5ാമത്തെ 5 പരമ്പരയിൽ 5 നോവൽ ചർച്ച ചെയ്തു ഈ പരമ്പരയിൽ. അപ്പം നമ്മൾ നേരത്തെ നമ്മൾ വായനക്കാരൻ എന്ന രീതിയിൽ ഉയർത്തിയൊരു വിമർശനം ഈ പല ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പല പതിപ്പുകളും ഇറങ്ങിയിട്ടുള്ള പല നോവലുകളിലും പിന്നെ ഗവേഷണ പ്രബന്ധങ്ങളുണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ കുറേ എന്താ പറയുന്നത്, വിജ്ഞാന ശേഖരത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ട് പേജുകളും അധ്യായങ്ങളും ഇതുകൊണ്ട് കുത്തി നിറച്ച ഒരു വായനാനുഭവം നമ്മൾ പല നോവലിൻ്റെ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഷാജികുമാറിൻ്റെ അതിൽ തീരെ അതില്ല എന്നുള്ളൊരു സന്തോഷം. ഇദ്ദേഹം പറഞ്ഞ പോലെ വളരെ എന്താണ് വായന സുഖം അതിനകത്തുണ്ട്. തിരിച്ച് അതെ, സജയേട്ടനും പ്രതികരണം പറഞ്ഞ എനിക്ക് സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എനിക്കൊരു കഥ പറയാനാണ് ഇഷ്ടം. നമ്മളിപ്പോൾ എനിക്ക് ഒരു കഥ ഒരാൾ ഏതൊരാൾ സാധാരണക്കാരനായ ഒരാളും വായിച്ചാൽ മുഴുവൻ പിടികിട്ടിയില്ലെങ്കിൽ അത് വായിക്കാൻ തോന്നിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായില്ല. കാരണം നമ്മൾ ഭയങ്കര സിമ്പിളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, സിമ്പിളായിട്ട് മനുഷ്യരോട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത് നറേറ്റീവിലും എഴുതുന്ന വേളയിലും എഴുതുന്ന കൃതിയിലും അത് വേണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ അതിനുവേണ്ടി ഞാനൊരു കോംപ്രമൈസൊന്നും തയ്യാറില്ല. പക്ഷെ അത് വായനക്കാരുടെ ഉള്ളിലേക്ക് എത്തിപ്പെടണം, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് അവർക്ക് പിടികിട്ടണം എന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ഈ മരണവംശം എഴുതുമ്പോൾ ലോക്കൽ ലാംഗ്വേജിലാണ് എഴുതപ്പെട്ടതെങ്കിലും അത് കാസർഗോഡ് വിട്ട് കഴിഞ്ഞുള്ള ആളുകളെയും കൂടെ കൊണ്ടുപോകാൻ കാരണം എനിക്ക് തോന്നുന്നത് അതിലത്തെ ഇമോഷൻ ഞാൻ കറക്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ, ഇപ്പോൾ സജയേട്ടൻ പറഞ്ഞ പോലെ ചെറിയ വാക്കുകൾ അത് വന്നതാണ്. അത് നമ്മൾ കുഞ്ഞിരാമൻ നായരുണ്ട്, നമ്മളെ ഗുരു. അപ്പോൾ കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിത്യേനയെ തേടിയും കവിയുടെ കാൽപ്പാടുകൾ. അപ്പോൾ കുഞ്ഞിരാമൻ നായരെ ഉപയോഗിച്ചിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഭാഷയുണ്ട്, ഭയങ്കര ഗംഭീരമായൊരു, നമ്മളിങ്ങനെ ഇങ്ങനെ ഇരുന്നു പോകുന്ന, ഇങ്ങനെ ലയിച്ചു പോകുന്നൊരു ഭാഷ. ആ ഭാഷ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, നമുക്ക് ഇപ്പോൾ നമ്മള് ഒരു നല്ല ഉദാഹരണം അല്ലാന്ന് അറിയാം. ആദർ ഹേലിയൊക്കെ ആദ്യം കുറെ ഡേറ്റകൾ പിന്നെ സമാഹരിക്കും, എന്നിട്ടൊരു ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റിൽ ഒരു സാധനം ചെയ്യുന്നു. അതിനാണല്ലോ നമ്മൾ പിന്നെ എയർപോർട്ടും ഹോട്ടലും ഒക്കെ വായിച്ച് തുടക്കത്തില് പിന്നെ ഇംഗ്ലീഷിലേക്കുള്ള പിന്നെ എൻട്രി അതൊക്കെ തന്നെയാണ്. അതിൽ പിന്നെ മുറ്റത്ത് വർക്കിയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അതിന് മടിയൊന്നുമില്ല. പക്ഷെ ഈ ഡേറ്റകൾ ഇപ്പോൾ പിന്നെ ഡോക്യുമെന്റേഷന് വേണ്ടി ഒരു സംഗതിയെ പിന്നെ നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ എഴുത്ത് ഭയങ്കര
വിരസമാണ്, വായന ഭയങ്കര വിരസം, എഴുത്ത് എങ്ങനെയല്ല ആവട്ടെ. പക്ഷെ ഇതില് പിന്നെ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ഇല്ല. ഞാൻ അതുകൊണ്ടാണ് എനിക്കത് എത്രത്തോളം പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ഒരു ബ്രഷ് കൊണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ അത് തീരുന്നിടത്ത് കുറെ അപൂർണതയുണ്ട്. അപ്പൊ ഇതിലെല്ലാം പറയുന്നുണ്ട്. നമ്മൾ ഇനിയിപ്പോ ഞാൻ എന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വായനയില് അപ്പോഴേ ഞാൻ പെൻസിലും പിന്നെ പെയിനും ഇപ്പോഴൊക്കെ ഞാൻ വളരെ തുറന്ന് വായനക്കാരനായിട്ട് തന്നെ വന്നത്. പിന്നെ ഒന്ന് പിന്നെ സജയ് ചേട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് നമ്മൾക്ക് ധൈര്യപ്പെടില്ല. ഒന്ന്, രണ്ട്, അതിന്റെ ആവശ്യമില്ല. ആദ്യം വായനക്കാരൻ അങ്ങനെ തന്നെ വരിക. അപ്പൊ മറ്റൊരു പേനയും പേപ്പറും എടുത്ത് ഒന്ന് നോട്ട് ചെയ്യേണ്ട, പുരാവൃത്തങ്ങൾ നോട്ട് ചെയ്യുന്ന കാര്യമേ വരുന്നില്ല. കാരണം ഒരു വായനക്കാരനെ വല്ലാതെ ചേർത്ത് പിടിക്കുന്ന, അയാളിലേക്ക് സന്നിവേശം നടത്തുന്ന രീതിയിലുള്ള ഭാഷയാണ്. വളരെ സുന്ദരമായ നൈസർഗികമായ ഭാഷയാണ്. പറയാതെ വയ്യ. ആ ടെംപ്ലേറ്റ് എന്നൊരു സംവിധാനമോ ഡോക്യുമെന്റേഷനോ പറഞ്ഞ അതൊന്നുമില്ല. എല്ലാത്തിനെയും പാടെ നിരസിക്കുന്നത് കൊണ്ടാണ്. അതാണ് ഇതിന്റെ ബ്യൂട്ടി. കുഞ്ഞിരാമനെ നല്ല ഉദാഹരണമാണ്. അതെ, വാക്കുകൾ നമുക്ക് അപരിചിതമാണെങ്കിലും ഒരു കഥയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒഴുക്കുണ്ട് ആദ്യം മുതൽ. തീർച്ചയായിട്ടും ശരിയാണ്. ആ ഒഴുക്ക് അത് ഒരു നേരത്തെ സജയ് പറഞ്ഞല്ലോ, പുഴ പോലെ ഒഴുകുകയാണ് ആ കഥ. അത് പിന്നെ നമുക്ക് ഒരു ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ഉള്ള മാറ്റം നമ്മൾ അറിയുന്ന പോലും ഇല്ല. അങ്ങനെ പറഞ്ഞു പോവുകയാണ്. അതിന്റെ ഒരു പ്രത്യേക ഒരു ശൈലി തന്നെയാണ്. നന്നായിട്ടുണ്ട്. നമുക്കിപ്പോൾ പലപ്പോഴും വളരെ ദുഃഖം തോന്നിയിട്ടുണ്ട്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. ഒരു ലിറ്റററി എഡിറ്റർ മലയാളത്തിലുണ്ടായിരുന്നുവെങ്കിൽ പല നോവലുകളും 4-1 ചുരുക്കമായിരുന്നു എന്ന് വായിച്ചു കഴിഞ്ഞപ്പോൾ സങ്കടത്തോടെ നമ്മൾ ആത്മകഥ പറഞ്ഞ അനുഭവവും ഉണ്ട്. കാര്യം ഒരു ഡിസ്കോഴ്സസ് ഒക്കെ ഒരു വലിയ ഡേറ്റ ബാങ്ക് നോവലുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റും. ഞാൻ സജയനോട് നമ്മൾ ഈ നോവലുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല, പൊതുവിൽ അതും കൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം എന്നൊരു അഭ്യർത്ഥനയുണ്ട്. തിരിച്ചു ചോദിച്ച കാര്യം ചുരുക്കി ഒന്നുകൂടെ പറയാമോ? നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന സമകാലിക മലയാള നോവൽ സാഹിത്യത്തിലെ ചില പ്രധാന കൃതികളിൽ ഒരു എന്താ പറയുക, ഒരു വിജ്ഞാനം അതിന് ശേഖരിച്ചിട്ടുള്ള ഡേറ്റയുടെ ഒരു ഒഴുക്കുണ്ട്. അതിൻ്റെ ഒരു തള്ളിക്കയറ്റമുണ്ട്. അതിനകത്ത് പല അധ്യായങ്ങളിലും ഡിസ്കോഴ്സസ് ഉണ്ട്. അത് നോവലിൻ്റെ ഒരു കഥാഘടനയുമായിട്ട് ചേരുന്ന തരത്തിലല്ലാതെ കുറച്ചധികം വിവരങ്ങൾ ഒരു ഗവേഷണ പ്രബന്ധം പോലെ കുത്തി നിറയ്ക്കുന്ന ഒരു ശൈലി പല നോവലിസ്റ്റുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. അത്തരം നോവലുകളോട് പൊതുവെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ അറബിക്കഥയിൽ പറയുന്ന പോലെ നമ്മുടെ മുറ്റത്ത് കുഴിച്ചെടുക്കുന്ന നോവലുകളോട്, എഴുത്തുകളോടാണ് എൻ്റെ താല്പര്യം. ഈ ഷാജി പറഞ്ഞതുപോലെ സ്പോണ്ടേനിയസ് ആവുക എഴുത്ത് എന്നുള്ളതാണ്. എഴുത്തിനൊരു കലയാക്കി മാറ്റുക. അല്ലാത്തൊരു കലയാണോ, കൺസ്ട്രക്ഷൻ ആണോ, നിർമ്മിതിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ AI ഒക്കെ വേണമെങ്കിൽ ഒരു കഥയൊക്കെ എഴുതുമല്ലോ, കഥയോ കവിതയൊക്കെ എഴുതുമല്ലോ. AI ചെയ്യാൻ പറ്റാത്തത് ചെയ്യുമ്പോഴാണല്ലോ അത് കഥയായിട്ട്, കവിതയായിട്ട്, അത് ക്രിയേറ്റീവായിട്ട്, അതൊരു മനുഷ്യ പ്രവൃത്തിയായിട്ട്, മനുഷ്യന്റെ സർഗാത്മകതയുടെ പ്രകാശനമായിട്ട് മാറുക. അപ്പൊ ഇങ്ങനെ ഡേറ്റ ഉപയോഗിച്ചും ബുദ്ധി ഉപയോഗിച്ച് എഴുതുന്നവരെ ഒരർത്ഥത്തിൽ AI പ്രവൃത്തിയാണ് എടുക്കുന്നത്. അതിനേക്കാൾ ജൈവികമായിട്ട് എഴുതുക എന്നുള്ളതാണ് ഈ നോവലിന്റെ മരണവംശത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് എനിക്ക് തോന്നിയ അതിന്റെ ജൈവികതയാണ്. ഇപ്പൊ പണ്ട് MP പോൾ പറഞ്ഞില്ലേ, ബാല്യകാല സഖിയെ ജീവിതത്തിൽ ചീന്തിയെടുത്ത ഏട് വക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നു. ഇത് ചീന്തിയെടുത്ത ഏടല്ല, കടലാസല്ല, മണ്ണിൽ നിന്ന് പറിച്ചെടുത്ത ഒരു കിഴങ്ങ് പോലെയോ വേരോടെ മണ്ണോടെ പറിച്ചെടുത്തൊരു കിഴങ്ങ് പോലെ ജൈവികമാവുക എന്നതാണ് ഈ നോവലിന്റെ ഒരു സവിശേഷത. നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആഖ്യാനത്തിലെ ഒഴുക്കെന്ന് പറഞ്ഞല്ലോ, അതിപ്പോ ഈ ചർച്ചയുടെ ഇടയിൽ എനിക്ക് തോന്നിയാണ് വളരെ മിനിമലിസ്റ്റ് ആണ് ഇതിലെ ആഖ്യാനം, വിസ്തരിക്കലല്ല. അത് തന്നെ ഇതിനൊരു ഫോക്ക് സ്വഭാവമുണ്ട് ഈ നോവലിന്. തെയ്യം ഇതിലൊരു ഉള്ളടക്കത്തിന്റെ ഭാഗമായതുകൊണ്ട് മാത്രമല്ല, പൊതുവെ ഒരു ഫോക്ക് നരേറ്റീവ് എന്ന് പറയാവുന്ന, പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലെങ്കിൽ ആ സ്വഭാവമുള്ളൊരു നോവലാണ്. അപ്പൊ ക്ലാസിക്കൽ ആർട്ടിലാണല്ലോ, കഥകളിലാണല്ലോ ഈ വിസ്തരിക്കല്. ഇത് തെയ്യത്തിന്റെയും ഫോക്കിന്റെയും നോവലായതുകൊണ്ട് തന്നെ വിസ്തരിക്കലല്ല, മറിച്ച് ചലനമാണ്, ചടുലതയാണ്, നീങ്ങിപ്പോവലാണ്, തങ്ങി നിൽക്കലല്ല ഇതിന്റെ ഒരു സ്വഭാവം എന്ന് കൂടി പറയാമെന്ന് തോന്നുന്നു.
ആ ആഖ്യാനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ അതെ. അല്ല, ഇതിലും പക്ഷേ രചയിതാവിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉണ്ട്, പക്ഷെ വളരെ സട്ടിലായിട്ടാണ്. ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞല്ലോ, ആ, വലിയ വലിയ ഡിസ്കോഴ്സസ് ഒക്കെ ചില നോവലിൽ ഒരു ആവശ്യമില്ലാതെ ഉൾച്ചേർത്തിട്ടുള്ള ചില നോവലുകൾ നമ്മൾ അല്ല, അത് കാണാറുണ്ട്. പക്ഷെ അത് ഇതില് ഇന്ദുലേഖയുടെ കാലം മുതലേ ഉണ്ട്. ഉണ്ട്. അത് പിന്നെ എഴുത്തുകാരന് പറയാനുള്ളത് ഇത്തരം ചില ചാപ്റ്റേഴ്സിൽ അങ്ങോട്ട് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ്. അതിന് വായനക്കാരനെ ഉപദ്രവിക്കണോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും. പക്ഷെ ഇതില് ഷാജി കുമാർ അത് വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് തോന്നുന്നു അതിൽ രാജൻ മരിക്കുമ്പോഴോ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലൊക്കെ അത് വരുന്നുണ്ട്. പക്ഷെ അത് പിന്നെ ഈ കഥയുടെ ഒഴുക്കോട് കൂടി വളരെ കുറഞ്ഞ രീതിയിൽ പറഞ്ഞു പോവുകയാണ്, സട്ടിലായിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് അത് പിന്നെ വല്ലാത്ത ഒരു രീതിയിൽ നമ്മളെ പിന്നെ അവിടെ തങ്ങി നിൽക്കാനുള്ള ഒരു ഇത് ഉണ്ടാക്കുന്നില്ല. ഒരു അത് നല്ല എഴുത്തിന്റെ ഒരു നല്ല ഈ ശൈലിയിലാണ്. സട്ടിലാവുമ്പോഴാണ് അത് കൂടുതൽ കലാപരമാവുക എന്നാണ് എൻ്റെ ഒരു ധാരണ. നരേറ്റർ ദൈവത്തെ പോലെ ആവുക എന്ന് പറയാറുണ്ടല്ലോ. ദൈവം നേരിട്ട് വന്നൊന്നും പറയാറില്ലല്ലോ, നേരിട്ടൊന്നും ഇടപെടാറില്ലല്ലോ. ഇതിന് നേരിട്ട് ദൈവം പലതും പറയുന്നുണ്ട്. അത് ഈ ഒരു കഥാപാത്രമാണല്ലോ, ദൈവം എന്ന കഥാപാത്രമാണല്ലോ. ദൈവത്തെ പോലെ മറിഞ്ഞിരിക്കാൻ പറ്റുന്ന ആളാണ് ഏറ്റവും നല്ല നരേറ്റർ എന്നാണ്. അപ്പോഴാണ് ജീവിതം പോലെ ആവുക. ജീവിതമാവാൻ കലയ്ക്ക് പറ്റില്ല, പക്ഷെ ജീവിതത്തോട് അത്രയും അടുക്ക ജീവിതം പോലെ ആവുക, കൂടുതൽ ജീവിതം പോലെ ആവുക എന്ന് സംഭവിക്കുക അപ്പോഴാണ് എന്ന് തോന്നുന്നു. കഥ ജീവിതം തന്നെയാണെന്നാണല്ലോ വേറൊരു വ്യാഖ്യാനം. ആ കഥ ജീവിതം തോന്നിക്കലാണ് തന്നെ. കലയുടെ പരമ ലക്ഷ്യം. അതിലേക്ക് അടുക്കും തോറും കലാകാരൻ വിജയിച്ചു. അപ്പം നമ്മൾ 1.5 മണിക്കൂറായില്ലേ നമ്മളിപ്പോൾ ആരംഭിച്ചിട്ട്. അപ്പം നമ്മൾ നോവൽ വായിച്ചിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി ചർച്ചയിൽ പങ്കെടുക്കണം. അല്ലെങ്കിൽ പൊതുവിൽ നോവലിനെ ഒന്നും കൂടി നമ്മൾ ചർച്ചകളെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് സജയ് നമ്മളതിൻ്റെ ഒരു ക്ലോസിംഗ് ആയിട്ട് സംസാരിക്കും. ഹലോ, ശ്രീ സജയ് സംസാരിക്കാം അല്ലേ? അതെ അതെ. നമ്മുടെ ഈ നോവലിന്റെ പ്രധാനപ്പെട്ട പല തലങ്ങളെയും സ്പർശിച്ചു കഴിഞ്ഞു. സഞ്ജയൊക്കെ വളരെ ആവേശപൂർവ്വം ഞാൻ പറയുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ തട്ടിയിട്ട് സംസാരിച്ചു. മരണവംശം എന്നുള്ള ഈ പേര് തന്നെ ഒരുപക്ഷെ മനുഷ്യവംശം എന്ന് വേണമെങ്കിൽ പറയാം അതിനെപ്പറ്റി. മനുഷ്യനിൽ മരണമുണ്ട്, മരണത്തിലേക്കുള്ള ഒരു പോക്കിന്റെ ഇടയിലുള്ള ചില ബഹളങ്ങളാണ്, കോലാഹലങ്ങളാണ് മനുഷ്യാവസ്ഥ എന്നുകൂടി ഈ ടൈറ്റിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഈ നോവൽ എഴുതപ്പെടുന്ന സമയത്ത്, ഞാൻ ഈ നോവൽ വായിക്കുന്ന സമയത്ത്, ഈ കൂടിയിരിക്കുന്ന നമ്മൾ ആരെങ്കിലും ഈ നോവൽ വായിക്കുന്ന സമയത്ത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ യുദ്ധം തുടങ്ങിയിട്ടില്ല. പക്ഷെ ആ യുദ്ധ സന്ദർഭത്തെ പോലും അതുമായി പോലും നമുക്ക് ഈ നോവലിലെ ഈ പകയുടെ പ്രതികാരത്തിന്റെ, മനുഷ്യര് തമ്മിലുള്ള കൊന്നും വെന്നുമുള്ള ഈ പോക്കിന്റെ പ്രമേയത്തെ കണക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ വിചാരം. അപ്പോഴാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പ്രാദേശിക നോവൽ സാർവലൗകിക നോവലായി മാറുക. അത് വലിയ തോതിൽ ഈ നോവലിലൂടെ ഷാജികുമാർ സാധിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ സഹോദരതുല്യനായ ഷാജികുമാർ എന്ന വ്യക്തിയുടെ, മനുഷ്യന്റെ പുറമാണ്, അല്ലെങ്കിൽ ആ മനുഷ്യനെയാണ്, ആ സുഹൃത്തിനെയാണ്, സഹോദരനെയാണ് ഞാൻ കണ്ടിരുന്നത്. പക്ഷെ ഈ നോവൽ വായിച്ചതിന് ശേഷം ആ എഴുത്തുകാരന്റെ മാനസിക ശേഷിയെ ഓർത്ത് ഞാൻ അത്ഭുതം കൊണ്ടു. അപാരമായ മാനസിക ശേഷിയുടെ വ്യയം സംഭവിച്ചാലേ ഇത്തരം ഒരു നോവൽ സാധ്യമാകൂ. അതുകൊണ്ടാണ് ഷാജി ഇപ്പൊ ഇവിടെ പറഞ്ഞ 6-7 വർഷം ഈ നോവലിന്റെ എഴുത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു എന്നത്. അപാരമായ മാനസിക ശേഷിയുടെ, സർഗാത്മകമായ മാനസിക ശേഷിയുടെ വിനിയോഗം നടന്നിട്ടുള്ള ഒരു നോവലാണ്. അത് അതിശയകരമാണ്, ആരാധനീയമാണ്, ഒരുപക്ഷെ ആരാധ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ ഈ ചർച്ച അവസാനിപ്പിക്കാമെന്ന്
വിചാരിക്കുന്നത്. ഇതൊന്നും ഷാജിയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ നമുക്ക് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ചീത്ത വിളിക്കൂ. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് പറയാമല്ലോ. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഇത് വായിച്ച് സന്തോഷിച്ചിട്ടും ഞാൻ ഇന്ന് വരെ ഷാജിയോടൊരു മെസ്സേജ് കൊണ്ടുപോലും ഈ സന്തോഷം അറിയിച്ചിട്ടില്ല. ആ സന്തോഷം അറിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്. ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരാളാണ്. എൻ്റെ തലമുറയിൽപ്പെട്ട, ഞാൻ ജീവിച്ചിരിക്കുന്നവർ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം അത് നമ്മുടെ മനുഷ്യന്റെ, മലയാള ഭാഷ ഉപയോഗിച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതിലെ അഭിമാനമാണ്. ആ അഭിമാനം പകരുന്ന നോവലാണ് മരണവംശം. അപ്പോൾ നമുക്കങ്ങനെ അല്ലേ, ഉള്ള സന്തോഷത്തോടു കൂടി നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. ശ്രീ സജയ് പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഒരു മനഃശാസ്ത്രകാരൻ ഷാജികുമാറിൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നും ഇത് വായിക്കുമ്പോൾ. ഡോക്ടർ എന്താണ് വളരെ പ്രശസ്തരായിട്ടുള്ള ചിലരുടെ പേരൊക്കെ നമ്മൾക്ക് അറിയാലോ. അതുപോലെ മനഃശാസ്ത്രം കൃത്യമായിട്ട് പഠിച്ച് ഓരോ കഥാപാത്രങ്ങളിലും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതുക എന്നുള്ളത് ഒരു വലിയ പ്രത്യേകത തന്നെയാണ്. അത് എഴുത്തുകാരന്റെ സിദ്ധി തന്നെയാണ് സജയ് പറഞ്ഞതുപോലെ. അപ്പം എല്ലാവർക്കും നന്ദി. നമ്മളിന്ന് PV ഷാജികുമാറിൻ്റെ മരണവംശം ചർച്ച ചെയ്തു. ഷാജികുമാറിനോടൊപ്പം അദ്ദേഹം സംസാരിച്ചു. ഈ നോവൽ വിലയിരുത്തി സംസാരിച്ചത് KV സജയ്. ചർച്ചയിൽ പങ്കെടുത്ത സഞ്ജയ് ഉൾപ്പെടെയുള്ള ധാരാളം പേർ കേൾക്കാൻ എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ക്ലബ് ഹൗസ് മീഡിയ റൂമിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ പരിപാടിയുടെ അടുത്ത അധ്യായം പതിവ് പോലെ അടുത്ത ശനിയാഴ്ച. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു. നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു.